പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരമുയർത്തി ഹല്ലേലൂയ. 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 എല്ലാവർക്കും സന്തോഷമാണോ? ഇന്നത്തെ പ്രത്യേകത എന്താണ്? ഈ ദിവസത്തിൻ്റെ പ്രത്യേകത, ഇന്നൊരു പ്രത്യേകതയുള്ള ദിവസമാണ്. എന്താണ് ഇന്നത്തെ പ്രത്യേകത? സ്വർണ്ണ വെള്ളിയാഴ്ചയാണ് അല്ലേ? സ്വർണ്ണവെള്ളി. എന്താണ് സ്വർണ്ണവെള്ളി എന്ന് വരാനുള്ള കാരണം എന്നൊക്കെ നമുക്കറിയാം അല്ലേ? അപ്പോൾ ആ വചനത്തിൻ്റെ ഭാഗമൊന്ന് ഇന്ന് സുവിശേഷത്തിൽ ഇന്ന് വിശുദ്ധ കുർബാന മധ്യേ ലേഖനം വായിച്ചപ്പോൾ ആ ഭാഗമായിരിക്കും ഇന്ന് വായിച്ചിട്ടുണ്ടായിരിക്കുക. അതല്ലേ വായിച്ചതെന്ന്? അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നല്ല വായിച്ചു. നമുക്കൊന്നുകൂടെ ആ വചനം ഒന്ന് വായിച്ച് കേട്ടിട്ട് ഇരിക്കാം. ഒരു ദിവസം 9-ാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു. ജന്മന മുടന്തനായ ഒരാളെ എടുത്തുകൊണ്ട് ചിലർ അവിടെ എത്തി. ദേവാലയത്തിൽ പ്രവേശിക്കുന്നവരോട് ഭിക്ഷ യാചിക്കാനായി സുന്ദര കവാടം എന്ന് വിളിക്കപ്പെടുന്ന ദേവാലയവാതുക്കൽ അവനെ കിടത്തുക പതിവായിരുന്നു. പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് കണ്ട് അവൻ അവരോട് ഭിക്ഷ യാചിച്ചു. പത്രോസ് യോഹന്നാനോടൊപ്പം അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ നേരെ നോക്കുക. അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടും എന്ന് പ്രതീക്ഷിച്ച് അവൻ അവരെ നോക്കി. പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല. എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. പത്രോസ് വലത് കൈ പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. ഉടൻ തന്നെ അവൻ്റെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചു. അവൻ ചാടി എഴുന്നേറ്റ് നടന്നും കുതിച്ചു പാടിയും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവൻ അവരോടൊപ്പം ദേവാലയത്തിൽ പ്രവേശിച്ചു. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരിക്കാം. പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗം അപ്പോസ്തല പ്രവർത്തനങ്ങളിലെ 3-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനം. ഇന്ന് നമുക്ക് ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഒന്ന് ഏറ്റുപറയാമോ? പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല. എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. പ്രിയപ്പെട്ടവരെ, അപ്പസ്തോലന്മാരുടെ കയ്യിൽ സ്വർണം ഉണ്ടായില്ല, വെള്ളി ഉണ്ടായില്ല. എന്നിട്ടും അവരുടെ സ്ഥാനത്തിന് എന്തെങ്കിലും കുറവ് വന്നോ? ഒരു കുറവും വന്നില്ല. ഞാൻ നിങ്ങളോട് സ്വർണത്തെ സംബന്ധിച്ചുള്ളൊരു എൻ്റെ ഒരു അനുഭവം പങ്കുവയ്ക്കുകയാണെന്ന്. ഞാൻ കുറച്ച് നാൾ ഹൈദരാബാദിൽ, ഇപ്പോൾ ശംഷാബാദ് രൂപത എന്ന് പറഞ്ഞിട്ടൊരു രൂപതയാണ്, അന്നത് രൂപതയല്ലായിരുന്നു. ഹൈദരാബാദിൽ ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അവിടെ സ്കൂളുകളൊക്കെ നടത്തുന്നവരാണ്. അപ്പം എന്നെ വിട്ടത് അവിടെ ഒരു ഇടവക ശരിയാക്കിയെടുക്കാൻ ഒക്കെ പറഞ്ഞിട്ടാണ് തട്ടിൽ പിതാവാണ് എന്നെ കൊണ്ടുപോയത്. അങ്ങനെ തട്ടിൽ പിതാവിനോടൊപ്പം ഞാൻ അവിടെ ജോലി ചെയ്യുന്ന സമയമാണ്, ശുശ്രൂഷ ചെയ്യുന്ന സമയം. അപ്പോൾ അവിടെ 4 കുടുംബങ്ങളാണ് മെയിനായിട്ടുണ്ടായിരുന്നത്. ഇവർ 4 കുടുംബങ്ങളുടെയും പ്രത്യേകത 3-4 സ്കൂളുകളൊക്കെ വെച്ച് നടത്തുന്നവരാണ്. അപ്പോൾ അവരുടെ കയ്യിൽ ഇഷ്ടംപോലെ സമ്പത്തുണ്ട്, ധാരാളം സമ്പത്തുണ്ട്. പിന്നെ അവിടെ വരുന്ന കുടുംബങ്ങളൊക്കെ ഒന്ന് യോജിപ്പിക്കണം, ഒരു പള്ളി വയ്ക്കാനുള്ളൊരു സ്ഥലം ശരിയാക്കണം, സ്വന്തമായിട്ടൊരു പള്ളി വയ്ക്കണം, അങ്ങനെയുള്ള ആഗ്രഹത്തോടു കൂടിയൊക്കെയാണ് എന്നെ വിട്ടത്. എന്തായാലും കർത്താവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു 5-6 മാസ കാലം കൊണ്ട് സ്ഥലമൊക്കെ ശരിയായി, പള്ളിയുടെ ഏകദേശം പണികളൊക്കെ പൂർത്തിയായി. ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോരുന്ന സമയമാണ്. ആ തിരിച്ചു പോരാറായ സമയത്ത് അവിടുത്തെ കൈക്കാരന്മാരായിരുന്ന 2 പേര്, അതിൽ ഒരാളുടെ പേര് തോമസ് എന്നാണ്, തോമസ് ലൈല ദമ്പതിമാർ. അവരെന്ത് ചെയ്തെന്നുണ്ടെങ്കിൽ എൻ്റെ കൈമേൽ ഒരു കൊന്തമോതിരം ഇടിച്ചു തന്നു. കൊന്തമോതിരം, ആ കൊന്തമോതിരം ഇതല്ല, ഇത് വെള്ളി കൊന്തമോതിരമാണ്. അന്ന് ഇടിച്ചെന്ന് സ്വർണ്ണമാണ്. അതൊരു 3/4 പവനോളം തൂക്കമുള്ള ഒരു സ്വർണ്ണ മോതിരം. ആ മോതിരത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇങ്ങനെ മണികളുണ്ട്, അതിങ്ങനെ നമുക്ക് കറക്കാം, മറ്റു ഭാഗങ്ങളൊക്കെ കറങ്ങാണ്ട് കിടക്കും. അപ്പോൾ അങ്ങനെ എൻ്റെ കയ്യിൽ ഈ സ്വർണ്ണമോതിരം ഇടിച്ചു തന്നു. ഞാനൊരു വളരെ പാവപ്പെട്ട വീട്ടിലെ അച്ഛനാണ് കേട്ടോ, ഒന്ന് കഞ്ഞി കുടിക്കാൻ വകുപ്പില്ലാത്ത വീടാണ് എൻ്റെ വീട്. അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ കയ്യും ഈ സ്വർണ്ണമോതിരം ഇടിയിച്ചപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം, എന്തൊക്കെയോ ആയ പോലെ ഒരു തോന്നൽ. അപ്പം അങ്ങനെ നിൽക്കുമ്പോഴാണ് അടുത്ത കൈക്കാരൻ, അദ്ദേഹം മരിച്ചുപോയി, ജോസഫ് സാർ എന്ന് വിളിക്കണേ. അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കിടന്നിരുന്ന സ്വർണത്തിൻ്റെ കൊന്ത ഊരി എൻ്റെ കഴുത്തിലേക്ക് ഇട്ടു. അതൊരു 2.5-3 പവനോളമുള്ള കൊന്ത, സ്വർണ്ണക്കൊന്ത എൻ്റെ കഴുത്തിലേക്ക് അങ്ങ് ഇട്ടു. ഇതും കൂടി അങ്ങ് കഴുത്തിൽ വീണ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കുറച്ചങ്ങനെ പൊങ്ങിയ ഒരു ഫീൽ കിട്ടി.
എന്നിട്ട് ഇവരുടെ കൂടെ ഇവർ പോണടത്തേക്കൊക്കെ എന്നെ കൊണ്ടുപോവാണ്. ഈ വലിയ വലിയ ഗെറ്റപ്പിലേക്കാണ് കൊണ്ടുപോകണത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കൈമേ സ്വർണ്ണമോതിരമൊക്കെ ഇട്ടേക്കല്ലേ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഏത് കൈയാണ് പിന്നെ എല്ലാത്തിനും ഉപയോഗിക്കുക? ഈ കൈയാണ് ഉപയോഗിക്കുക. കാരണം ഇത് സ്വർണ്ണമോതിരം എല്ലാവരും കാണിക്കണമല്ലോ. അതുപോലെ നമ്മൾ പണ്ടത്തെ ഗൾഫിൽ നിന്ന് പറയുന്നവർ കണ്ടിട്ടില്ലേ, അവർ ഈ ബട്ടൺസ് ഇടില്ല, ഇങ്ങനെയാണ്. അതായത് വലിയൊരു മാല ഇട്ടിട്ടുണ്ടാവും, അത് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ബട്ടൺസൊക്കെ ഊരിയിട്ട് നടക്കുന്നത്. അപ്പം എന്തായാലും ഞാൻ ചെറുതായിട്ടൊന്ന് ഇതുപോലെ ആയിപ്പോയോ എന്നൊരു സംശയം. ബട്ടൺസ് ഒന്നും ഊരാറില്ല, എന്നാലും കഴുത്തിൽ കൊന്തയും കയ്യിൽ സ്വർണ്ണമോതിരമൊക്കെ ഇട്ട് വലിയ സെറ്റപ്പൊക്കെ ആയി. എൻ്റെ നടപ്പിലൊക്കെ ഒരു പ്രത്യേകതയൊക്കെ വന്നു. ഏത് ഇങ്ങനെ ഒന്നും കിട്ടാത്തൊരു അല്ലേ, അല്പനർത്ഥം കിട്ടിയ അർദ്ധരാത്രിക്ക് കുട പിടിക്കും. കരവരുത്തി പറഞ്ഞ ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങനെ ഈ സ്വർണ്ണക്കൊന്തയും സ്വർണ്ണമോതിരമൊക്കെ ഇട്ട് എനിക്ക് അടുത്ത അപ്പോയിൻമെൻറ്റ് കിട്ടിയത് ചായപ്പൻകുഴി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടെ നിന്ന് ആരെങ്കിലും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടോ? വചന ശുശ്രൂഷയ്ക്ക് ചായപ്പൻകുഴിക്കാരും ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്താമോ? ചായപ്പൻകുഴി ദൈവാനുഗ്രഹം കൊണ്ട് ആരുമില്ല. അപ്പോൾ അതൊരു മലയോര മേഖലയാണ്. ഞാനവിടെ ചെന്ന് വീടുകൾ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ അവിടുത്തെ വീടുകളൊക്കെ കാണാൻ വേണ്ടി ഇങ്ങനെ ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് ഞാൻ ഓടിച്ചിട്ടൊരു സന്ദർശനം നടത്തും. അങ്ങനെ ഓടിച്ചിട്ട് സന്ദർശനം നടത്തി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നിരാശയായി. പിന്നെ വിശദമായ സന്ദർശനം ഓരോ വീട് കഴിയും തോറും കയ്യിലൊരു ചൊറിച്ചിൽ, കഴുത്തിലൊരു ചൊറിച്ചിൽ, ഇങ്ങനെ ചൊറിയാൻ തുടങ്ങി എനിക്ക്. എന്താണെന്നറിയാമോ? ചോർന്നൊലിക്കുന്ന വീടും കഴിക്കാൻ ഭക്ഷണമില്ലാത്ത അവസ്ഥയും ജോലിയില്ലാത്ത അവസ്ഥയൊക്കെയുള്ള വളരെ പാവപ്പെട്ട വീടുകൾ. ഈ വീടുകൾ കണ്ടപ്പോൾ മുതൽ എൻ്റെ കഴുത്തിൽ കിടക്കുന്ന സ്വർണം ചൊറിയാൻ തുടങ്ങി, എൻ്റെ കായിൽ കിടക്കുന്ന ഈ സ്വർണം മോതിരം ചൊറിയാൻ തുടങ്ങി. അപ്പോൾ ചൊറിയൽ എനിക്ക് ഫീൽ ചെയ്യാണ് അങ്ങനെ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇത് മേത്തിടാൻ തന്നെ ഭയങ്കര ഒരു അസ്വസ്ഥത വന്നു തുടങ്ങി. നേരത്തെ എന്തായിരുന്നു അവസ്ഥ? എന്തൊക്കെയോ ആയി എന്ന് തോന്നിയതാണ്. ഇപ്പോൾ അത് കഴുത്തിൽ കിടക്കുമ്പോൾ എന്തോ അസ്വസ്ഥത. അങ്ങനെ ഇരിക്കെ ആദ്യത്തെ അവിടുത്തെ പാവപ്പെട്ട വീട്ടിലൊരു കല്യാണം വന്നു. അപ്പോൾ ഈ മോതിരം ഊരി കൊടുത്തു, കയ്യിലെ ചൊറിച്ചിൽ മാറി, സ്വതന്ത്രമായി. അടുത്ത 3 കല്യാണത്തിനായി 3 പവൻ്റെ കൊന്ത 3 ഭാഗം വെച്ചു, ഓരോരുത്തർക്ക് ഓരോ പവൻ. അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ കഴുത്തിലെ ചൊറിച്ചിൽ മാറി, ഏതാണ്ട് നിലത്ത് നിൽക്കണ പ്രതീകമായി, സമാധാനമായി. ഒന്ന് കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോസ്തലന്മാരുടെ കയ്യിൽ വെള്ളിയോ സ്വർണ്ണോ ഉണ്ടായിരുന്നില്ല. ഒരു പുരോഹിതൻ്റെ കയ്യിൽ എന്തുണ്ടാകാൻ പാടില്ല? വെള്ളിയോ സ്വർണ്ണം ഉണ്ടാകാൻ പാടില്ല. ഒരു വെള്ളിമോതിരൻ്റെ കയ്യിലുണ്ട്. ഇനി അത് വല്ല പ്രശ്നമാകുമെന്ന് അറിയാൻ പാടില്ല. ഇത് കറക്കണതുകൊണ്ട്, ഇത് സ്റ്റീലിട്ട് കഴിഞ്ഞാൽ കറക്കുന്നതുകൊണ്ട് ഇട്ടിരിക്കുന്നതാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പോസ്തലന്മാരുടെ കയ്യിൽ വെള്ളിയോ സ്വർണ്ണോ ഇല്ല. പക്ഷെ എന്തുണ്ട്? കർത്താവുണ്ട്, കർത്താവിൻ്റെ ആത്മാവുണ്ട്. കർത്താവിൻ്റെ ആത്മാവ് അവരുടെ മേലുണ്ട്. നമ്മളിങ്ങനെ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൻ്റെ ഇന്നലെ വായിച്ച സുവിശേഷ ഭാഗമാണെന്ന് തോന്നുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം, അതിൽ 5 മുതലുള്ള വചനങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്: എന്നാൽ ഇപ്പോൾ ഞാൻ എന്നെ അയച്ചവൻ്റെ അടുത്തേക്ക് പോവുകയാണ്, എന്നിട്ട് നീ എവിടേക്ക് പോകുന്നുവെന്ന് നിങ്ങളിൽ ആരും എന്നോട് ചോദിക്കുന്നില്ല. ഞാനിതെല്ലാം നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമായിരിക്കുന്നു. എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയില്ല. ഞാൻ പോയാൽ എന്തുണ്ടാവും? ഞാൻ പോയാൽ സഹായകൻ വരും. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോസ്തലന്മാർക്ക് ഇതൊക്കെ കേട്ടിട്ട് വല്ലാത്ത വിഷമമായി, ഭയങ്കര വിഷമമായി. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് ചിന്തിക്കുകയാണ്, ഈ അപ്പോസ്തലന്മാർക്ക് വിഷമമായത് എന്തുകൊണ്ടാണ് വിഷമമായത്? 3 കൊല്ലം ഈശോയുടെ കൂടെയായിരുന്നു. ഈശോ ഇനി പോവുകയാണ്. അതുകൊണ്ട് അവർക്ക് ഭയങ്കര സങ്കടമായി. എന്താ സങ്കടമാകാനുള്ള കാരണം? എന്തൊക്കെയോ നഷ്ടമാകാൻ പോകുന്നു. ഞാൻ ചിന്തിക്കുകയാണ് ഇങ്ങനെ. കാരണം അവർ ആത്മാവിൻ്റെ അഭിഷേകത്തോടുകൂടെ കർത്താവ് പറഞ്ഞ കാര്യങ്ങളൊന്നും ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ള കാര്യം ഇതിന് മുമ്പത്തെ വചനഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് ഉൾക്കൊണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ അവരുടെ സങ്കടം എന്തായിരുന്നു? ഉണ്ടായ ജോലി പോയി. ഇങ്ങനെ കൂടെ നടന്നിട്ടേ ഉണ്ടായ ജോലി പോയി. ഈ 3 വർഷം ടെൻഷൻ ഇല്ലാണ്ട് ഭക്ഷണമൊക്കെ കഴിക്കായിരുന്നു. ഈ 3 വർഷം ഇങ്ങനെ കൂടെ നടന്നതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന ഈ ഗുരുവിനെ എല്ലാവരും ഇങ്ങനെ തോളിക്കേറ്റി കൊണ്ട് നടക്കുമ്പോൾ അവൻ്റെ ശിഷ്യന്മാരായിട്ടുള്ളവർക്ക് എന്തുണ്ട്? ഒരു പ്രത്യേക ഒരു സ്ഥാനമൊക്കെ ഉണ്ട്, ഒരു അഭിമാനമൊക്കെ ഉണ്ട്, ഒരു സ്ഥാനമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവർ മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയിട്ട് തല്ലിട്ടു എന്നൊക്കെ പറയുന്നത്. ഞങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെക്കുറിച്ച് തർക്കിച്ചു.
കാരണം ഇവൻ രാജാവാണെന്ന് അവർക്ക് മനസ്സിലായി. ഇത്രയും കഴിവൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും യഹൂദന്മാരെ രാജാവായി ഇവൻ വരും. അപ്പോൾ നമുക്ക് ആരാണ് പ്രധാനപ്പെട്ടവെന്നതിനെ കുറിച്ചാണ് അവർ തർക്കിച്ചത്. പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പോൾ ഈശോ ഈ ലോകം വിട്ട് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അവർ കണ്ട സ്വപ്നങ്ങളൊക്കെ തകർന്നടിയാണ്. അതുകൊണ്ട് അവർക്ക് വിഷമമായി. ഇവൻ പോയാൽ ഇനി എന്ത് ചെയ്യും? പഴയ ജോലി, ഇത് മീൻ പിടിക്കാൻ പോകണം, അല്ലെങ്കിൽ ചുങ്കം പിടിക്കാൻ പോകണം, ആകെപ്പാടെ കൂടി ഈ 3 കൊല്ലത്തേക്ക് ആകെ വരുത്തി വെച്ചൊരു ഗ്യാപ്പ് വരും എന്നുള്ള പേടി, അതാണ് അവരുടെ മനസ്സിലുണ്ടായതെന്ന് എനിക്ക് തോന്നുകയാണ്. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവർ, ഈശോ പറയാണ് അവരോട്, ഞാൻ പോയാൽ ആര് വരും? സഹായകൻ വരും. കർത്താവ് പറഞ്ഞ വചനങ്ങളൊക്കെ അതേപടി പാലിച്ചിട്ടുണ്ട്. നമ്മൾ കുരിശിൽ കിടന്ന കർത്താവിൻ്റെ വിലാപുറത്ത് കുന്തം കൊണ്ട് കുത്തുമ്പോൾ അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. ഈശോ മരിച്ചു കഴിഞ്ഞ് ഏതാനും സമയം കഴിയുന്നതിന് മുൻപേ ലുങ്കിനൂസ് എന്ന് പറയുന്ന പടയാളി ഈശോയുടെ വിലാപുറത്ത് കുന്തം കൊണ്ട് കുത്തി, അല്ലേ? അവൻ്റെ സകല ദേഷ്യവും വെച്ചിട്ട് കുത്തിയത് കൊണ്ട് വലതുഭാഗത്ത് കുത്തിയ കുന്തമുന ഇടതുഭാഗത്തെത്തി ഹൃദയത്തിൻ്റെ ഭിത്തി തകർത്ത് അത് തുളച്ച് രക്തവും വെള്ളവും പുറത്തേക്ക് ഒഴുകി. അത്രയ്ക്ക് ദേഷ്യത്തോടെ കുത്തിയതുകൊണ്ടാണ് അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് ഈ കുന്തമുന അങ്ങനെ കയറിപ്പോയത്. പ്രിയമുള്ള സഹോദരങ്ങളെ, അന്ന് കാൽവരിയുടെ നെറുകയിൽ നിന്ന് ഒലിച്ചിറങ്ങിയ രക്തവും വെള്ളവും എന്തിൻ്റെ പ്രതീകമാണ്? പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്. ഞാൻ പോയാൽ സഹായകൻ നിങ്ങളുടെ അടുത്തേക്ക് വരും എന്ന് കർത്താവ് ഈശോ മിശിഹ പറഞ്ഞു. മരിച്ച ഉടനെ തന്നെ കർത്താവ് വാക്ക് പാലിച്ചു. അപ്പോൾ തന്നെ സഹായകൻ വന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകുമെന്നാണ് പറയുന്നത്. ജീവജലത്തിൻ്റെ അരുവി ഒഴുകും. അപ്പം അന്ന് കാൽവരിയിൽ നിന്ന് ഒഴുക്കപ്പെട്ടു ജീവജലത്തിൻ്റെ അരുവി. നമ്മൾ പഴയ നിയമത്തിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ എങ്ങനെയാണ്, ഈ ലോകത്തിൽ എങ്ങനെയാണെന്ന് നമ്മളിങ്ങനെ ധ്യാനിക്കുമ്പോൾ നമ്മൾ ഈ യുഗങ്ങളെയൊക്കെ 3 യുഗങ്ങളായിട്ട് തിരിക്കാറുണ്ട്. 3 യുഗങ്ങൾ. ആദ്യത്തെ യുഗത്തിൻ്റെ പേര് പിതാവായ ദൈവത്തിൻ്റെ യുഗം. പഴയ നിയമ കാലഘട്ടമാണ് പിതാവായ ദൈവത്തിൻ്റെ യുഗം. ഒന്ന് പറഞ്ഞ ആദ്യത്തെ യുഗത്തിൻ്റെ പേരെന്താണ്? പിതാവായ ദൈവത്തിൻ്റെ യുഗം. ഞാൻ ബൈബിളിൽ ഡോക്ടറേറ്റ് എടുത്ത വ്യക്തിയോ സഭാപഠനത്തിൽ ഡോക്ടറേറ്റ് എടുത്ത വ്യക്തിയോ ഒന്നും അല്ലാട്ടോ. ഞാനൊരു സാധാരണ പാവപ്പെട്ട അച്ഛനാണ്. എൻ്റെ ചിന്തകളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ യുഗം, അവിടെ പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ജനങ്ങൾ മുഴുവനും അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരുന്നത്, അല്ലേ? കൂടെ നടക്കുന്നൊരു സാന്നിധ്യം ഉണ്ടായിരുന്നു, അല്ലേ? പിതാവായ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേൽ മക്കളുടെ കൂടെ ഒപ്പം നടക്കുന്ന പ്രതീകമായിരുന്നു, അല്ലേ? ഒരു ഫീൽ ഉണ്ടായിരുന്നു അവർക്ക്. എങ്ങനെയാണ് ആ ഫീൽ കിട്ടിയിരുന്നത്? പകൽ സമയത്ത് മേഘസ്തംഭമായും രാത്രി സമയത്ത് ദീപസ്തംഭമായും അവരുടെ മുൻപേ പോകും. ആര്? പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യം, യഹോവയുടെ സാന്നിധ്യം. വാഗ്ദാന പേടകത്തിനകത്ത് ആ വാഗ്ദാന പേടക 10 കൽപ്പനകൾ എഴുതിയ കൽപ്പനകൾ സൂക്ഷിക്കുമ്പോൾ അവർക്ക് കിട്ടിയിരുന്ന ഫീൽ എന്താണ്? തങ്ങളുടെ ദൈവം, ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കൂടെ, ഞങ്ങളെ തൊട്ടടുത്ത്. ആ ഫീലിംഗിൽ നിന്നാണ് വേറെ ഏത് ജനതയാണുള്ളതെന്നൊക്കെ പറഞ്ഞതല്ലേ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ദൈവം സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്രയേറെ സമീപസ്ഥനായി വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളതെന്നൊക്കെ പറയുന്നത് ഈ ഒരു ഫീലിങ്ങിൽ നിന്നാണ്. അപ്പോൾ ഒരു വാഗ്ദാന പേടകം ടെൻ്റ് അടിച്ച് താമസിക്കുമ്പോൾ സെൻട്രൽ ഭാഗത്ത് വാഗ്ദാന പേടകം വയ്ക്കും. അതിൽ നിന്ന് എല്ലാവർക്കും തുല്യ അകലം കിട്ടുന്ന വിധത്തിലാണ് അതിന് ചുറ്റും കൂടാരങ്ങളൊക്കെ അടിച്ച് അവർ താമസിച്ചിരുന്നത്. അപ്പം അത്രയും ദൈവത്തിൻ്റെ സാന്നിധ്യം അവർ അനുഭവിച്ചറിഞ്ഞു. അവർക്ക് വിശന്നപ്പോൾ സ്വർഗത്തിൽ നിന്ന് മന്ന പെയ്തിറക്കി കൊടുത്തു, അല്ലേ? പഴയ നിയമത്തിലെ വിശുദ്ധ കുർബാന പ്രതീകമായിട്ടാണ് മന്നയെ കാണുന്നത്. അപ്പം ദൈവത്തിൻ്റെ സാന്നിധ്യം ഇസ്രായേൽ മക്കളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. അവർ യുദ്ധം ചെയ്യാൻ പോകുമ്പോഴൊക്കെ എന്താ സംഭവിച്ചുകൊണ്ടിരുന്നത്? എത്ര വലിയ സൈന്യമെതിരെ വന്നാലും ഇസ്രായേൽ ജനമാണ് വിജയിക്കുക. എപ്പോൾ? കർത്താവ് കൂടെയുള്ളപ്പോൾ. കർത്താവിൻ്റെ വചനം പാലിക്കുന്നിടത്തോളം കാലം, കർത്താവ് പറഞ്ഞ് അനുസരിക്കുന്നിടത്തോളം കാലം, കർത്താവ് കൂടെയുള്ള സമയത്തൊക്കെ എത്ര വലിയ സൈന്യമെതിരെ വന്നാലും അതിനെയൊക്കെ ഈ ഇസ്രായേൽ മക്കൾ ഇടിച്ച് തോൽപ്പിച്ച് തകിടം മറിച്ച് കളഞ്ഞിട്ടുണ്ട് എന്ന് കരമുറത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പം പിതാവായ ദൈവത്തിന് തോന്നാണ്, എനിക്ക് ഇത്രയും സാന്നിധ്യം കൊടുത്താൽ പോരാ എൻ്റെ മക്കൾക്ക്. മനസ്സിലായോ? എൻ്റെ മക്കൾക്ക് ഇത്രയും സാന്നിധ്യം കൊടുത്താൽ പോരാ. പിന്നെ എങ്ങനെ സാന്നിധ്യം കൊടുക്കണം? ഞാൻ അവരുടെ ഒപ്പമുണ്ട് എന്ന് അവർക്ക് മനസ്സിലാകുന്ന വിധത്തിലുള്ളൊരു സാന്നിധ്യം കൊടുക്കണം. അതിനുവേണ്ടി പിതാവായ ദൈവം എന്ത് ചെയ്തേ? അടുത്ത യുഗം പുത്രനായ ദൈവത്തിൻ്റെ യുഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പുത്രനായ ദൈവത്തിൻ്റെ യുഗം. അവിടെ എന്താ സംഭവിക്കുന്നത്? ഈശോ നമ്മുടെ ഒപ്പം നടക്കുന്നു. ഈശോ ഒപ്പം നടക്കുന്നു. 33 വർഷമാണ് പുത്രനായ ദൈവത്തിൻ്റെ യുഗം. ഈ കാലഘട്ടങ്ങളിലൊക്കെ ഈശോ
ജനത്തിൻ്റെ ഒപ്പം നടന്നു. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ഒപ്പം നടക്കുന്നൊരു അനുഭവം. ഇനി അടുത്ത യുഗത്തിലേക്ക് കടക്കുമ്പോഴോ ഈശോയ്ക്ക് മനസ്സിലായി ശാരീരിക സാന്നിധ്യം കൊണ്ട് എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യണം? ആത്മീയ സാന്നിധ്യമായിട്ട് മാറണം. അതുകൊണ്ട് അടുത്ത യുഗത്തിലേക്ക് കടക്കാണ്. കാൽവരി മലയുടെ മുകളിൽ വെച്ച് പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒഴുക്കപ്പെടുകയാണ് എല്ലാവരിലേക്കും. അപ്പം അതിനു മുമ്പ് പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നില്ലേ? ഏലിയ പ്രവാചകനിൽ, ഏലിഷ പ്രവാചകനിൽ, അതുപോലെ ദാവീദിൽ, സോളമനിൽ, രാജാക്കന്മാരിലൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറഞ്ഞു നിന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൈവം തിരഞ്ഞെടുക്കുന്ന പ്രത്യേക വ്യക്തികളിൽ മാത്രമാണ് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിന്നിരുന്നത്, അല്ലേ? എല്ലാവരിലും ഉണ്ടായിരുന്നില്ല. ദൈവം തിരഞ്ഞെടുക്കുന്ന പ്രത്യേക വ്യക്തികൾ അത് പ്രകടമായിക്കൊണ്ടിരുന്നു, എല്ലാവരിലും പ്രകടമായിരുന്നില്ല. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈശോയുടെ മരണശേഷം കുരിശിൽ നിന്നും പരിശുദ്ധാത്മാവാകുന്ന അരുവി ഒഴുകിയിറങ്ങിയത് ആർക്ക് വേണ്ടിയിട്ടാണ്? തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് പേർക്ക് വേണ്ടിയിട്ടാണോ? അല്ല, എല്ലാവർക്കും വേണ്ടി പരിശുദ്ധാത്മാവ് അങ്ങനെ സമൃദ്ധമായിട്ട് കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് വചനത്തിലൂടെ അവിടെ നിന്ന് പറഞ്ഞു വയ്ക്കുന്നത്, എൻ്റെ പിതാവിനോട് എൻ്റെ നാമത്തിൽ എന്തെങ്കിലും ചോദിച്ചാൽ, എത്രയോ അധികമായി, അല്ലേ? മീൻ ചോദിച്ചാൽ ആരെങ്കിലും പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതലായി നന്മകൾ നൽകും. മനസ്സിലായോ? അടുത്ത സുവിശേഷത്തിൽ നമ്മൾ എത്രയോ കൂടുതലായി പരിശുദ്ധാത്മാവിനെ നൽകും. അപ്പോൾ സ്വർഗം ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുക. എന്തിനു വേണ്ടിയിട്ട്? സ്വർഗം തുറന്നു വെച്ചിരിക്കുക എന്തിനു വേണ്ടിയിട്ടാണ്? പ്രാർത്ഥിക്കുന്നവർക്ക് മുഴുവനും പരിശുദ്ധാത്മാവിനെ കൊടുക്കാൻ. പരിശുദ്ധാത്മാവിനെ കൊടുക്കണം. എന്തിനാ പരിശുദ്ധാത്മാവിനെ കൊടുക്കണേ? പരിശുദ്ധാത്മാവിനെ കിട്ടിയ വ്യക്തിക്ക് ഈശോ ജീവിച്ചതുപോലെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഒന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവിനെ കിട്ടിയ വ്യക്തിക്ക് ഈശോ ജീവിച്ചതുപോലെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിന്റെ 2-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, അല്ലേ? ജോയൽ പ്രവാചകൻ 2-ാമത്തെ അധ്യായം 28-29 വചനങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. യുവാക്കന്മാർക്ക് ദർശനങ്ങളുണ്ടാകും. ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ആ നാളുകളിൽ, ഏത് നാളുകളിൽ? കർത്താവിൻ്റെ മരണശേഷമുള്ള നാളുകളിൽ എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവിനെ അയക്കുന്നവർ എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവിനെ അയക്കും. അപ്പോൾ ശരിക്കും പന്തക്കുസ്ത തിരുനാളിൽ എന്താ സംഭവിച്ചത്? ഈ ആഴ്ചയിൽ ഇങ്ങനെ പോകുന്നിടത്തൊക്കെ പന്തക്കുസ്ത തിരുനാളിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. പന്തക്കുസ്ത തിരുനാളിൽ സത്യത്തിൽ എന്താ സംഭവിച്ചത്? എന്തോ? പരിശുദ്ധാത്മാവ് വന്നു, അല്ലേ? അപ്പോൾ അതിന് മുമ്പ് വന്നില്ലേ? പിന്നെയോ? പരിശുദ്ധാത്മാവ് വന്നില്ലേ? അപ്പോസ്തലന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ കെട്ടക്കുന്നുവോ അവ കെട്ടപ്പെട്ടിരിക്കും. ഇങ്ങനെയൊക്കെ കുമ്പസാരിപ്പിക്കാനുള്ള അധികാരമൊക്കെ കൊടുത്തത് ഇതിനു മുൻപാണ്. മനസ്സിലായോ? അപ്പോൾ കാൽവരിയുടെ നെറുകയിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഒഴുകി ഇറങ്ങി എല്ലാവരിലേക്കും. പക്ഷേ പരിശുദ്ധാത്മാവിന് ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രകടിപ്പിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോസ്തലന്മാരിൽ എല്ലാവരിലേക്കും പരിശുദ്ധാത്മാവ് വന്നു, ശക്തി പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? 2 കാര്യങ്ങൾ കൊണ്ടാണ്. ലൂക്കാസ് സുവിശേഷത്തിൻ്റെ അവസാന ഭാഗം വായിക്കാൻ നമുക്ക് മനസ്സിലാവും. ഉയർത്തെഴുന്നേറ്റ കർത്താവ് അപ്പോസ്തലന്മാർ കൂട്ടായ്മയെ കുറ്റപ്പെടുത്തി. 2 കാര്യം പറഞ്ഞിട്ടാണ് കുറ്റപ്പെടുത്തിയത്. എന്തൊക്കെയാണ് പറഞ്ഞത്? എഴുന്നേറ്റതിന് ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തത് മൂലമുള്ള അവരുടെ വിശ്വാസരാഹിത്യത്തെയും അവരുടെ ഹൃദയ കാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി. അപ്പോൾ പരിശുദ്ധാത്മാവിന് ശക്തി പ്രകടിപ്പിക്കാൻ പറ്റാത്തത് 2 കാര്യങ്ങൾ കൊണ്ടാണ്. എന്തുകൊണ്ടാണ്? വിശ്വാസരാഹിത്യം, ഹൃദയകാഠിന്യം. ഈ 2 കാര്യങ്ങളുണ്ടായ പരിശുദ്ധാത്മാവിന് ശക്തി പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കില്ല. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോസ്തലന്മാരോട് കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. എന്നിട്ടും ഉയർത്തെഴുന്നേറ്റു കർത്താവ് എന്ന് മഗ്ദലേന മറിയം പറഞ്ഞിട്ടും അപ്പോസ്തലന്മാർ ചിലർ കണ്ടു എന്ന് പറഞ്ഞിട്ടും പൂർണ്ണമായുള്ളൊരു വിശ്വാസത്തിൻ്റെ അവസ്ഥയിലേക്ക് അവർ കടന്നു വന്നില്ല. 2 പ്രാവശ്യം കർത്താവ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടും പത്രോസ്ലീഹയും കൂട്ടരും കൂടി അങ്ങോട്ട് പോയി. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്നുണ്ട്. തിബേരിയാസ് കടലിൻ്റെ അടുത്ത് മീൻ പിടിക്കാൻ പോയി, പഴയ പണിക്ക് പോയി. വിശ്വസിക്കാൻ പറ്റുന്നില്ല അവർക്ക്, തങ്ങളുടെ കൂടെ കർത്താവ് ഉണ്ടെന്നുള്ള കാര്യം വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് സ്വർഗാരോഹണത്തിൻ്റെ സമയത്ത് കർത്താവ് അവർക്കൊരു ടാസ്ക് കൊടുത്തു. എന്ത് ടാസ്ക്കാണ് കൊടുത്തത്? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രകടമാകുന്നത് വരെ നിങ്ങൾ നഗരം വിട്ടു പോകരുത്. ഇനി അതിൽ എഴുതാത്തൊരു കാര്യം കൂടി ഞാൻ പറയാണ്. നിങ്ങൾ
പരിശുദ്ധ അമ്മയുടെ, എൻ്റെ അമ്മയുടെ കൂടെ ചേർന്നിരിക്കണം. ഇതതിനകത്ത് എഴുതിയിട്ടില്ല, ഞാൻ പറയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോസ്തലന്മാർ കൊടുത്ത നിർദ്ദേശമാണ്, നിങ്ങൾ എൻ്റെ അമ്മ പറയുന്നതനുസരിച്ച് എൻ്റെ അമ്മയുടെ കൂടെ ഇരിക്കണം. എന്തിനാ? പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി പരിശുദ്ധ അമ്മയെ കൊണ്ട് ഒരുക്കിപ്പിക്കുകയാണ് കർത്താവ്. മനസ്സിലായോ? 10 ദിവസം അപ്പോസ്തലന്മാർക്ക് ശക്തമായിട്ടുള്ള കോച്ചിങ് കൊടുക്കുകയാണ്. പരിശുദ്ധാത്മാവ് വന്നാൽ അവസ്ഥ എന്താണ്, പരിശുദ്ധാത്മാവ് വന്നാൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അമ്മയുടെ കൂടെ ഇരുത്താൻ കാരണം എന്താണ്? ഈ പരിശുദ്ധാത്മാവ് വന്നിട്ടുള്ള അനുഭവം കിട്ടിയിട്ടുള്ളത് ആർക്കാണ്? ശരിക്കും പരിശുദ്ധ അമ്മയ്ക്കാണല്ലേ. പരിശുദ്ധ അമ്മയ്ക്ക് സാധാരണ രീതിയിൽ നമ്മൾ പറയുന്നത് യഹൂദ സ്ത്രീകളുടെ വിവാഹപ്രായം 16 വയസ്സ്, 16, 15, 18 വയസ്സിനുള്ളിൽ കഴിഞ്ഞിരിക്കും. അപ്പോൾ 16 വയസ്സ്. അപ്പോൾ ഈ പരിശുദ്ധ അമ്മയ്ക്ക് വിവാഹത്തിൻ്റെ സമയത്തുള്ള പ്രായം എത്രയായിരുന്നുണ്ടാവും? 16 വയസ്സായിരിക്കും. 16 വയസ്സ്. ഈ 16 വയസ്സുള്ള പെൺകുട്ടി എലീശോമ ഗർഭിണിയാണെന്നുള്ള വാർത്ത കേട്ടപ്പോൾ എത്രാം മാസത്തിൽ അറിയണത്? 6-ാം മാസത്തിൽ. അപ്പോൾ എലിസബത്തിൻ്റെ 6 മാസം സ്നാപകനെ ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് പരിശുദ്ധ കന്യകാമറിയത്തോട് മാലാഖ പറയുന്നത്, ദേ എലിസബത്ത് ഗർഭിണിയാണെന്നുള്ള കാര്യം. നോക്കിയേ, എലിസബത്ത് ഗർഭിണിയാണെന്നുള്ള വാർത്ത കേട്ടപ്പോൾ മറിയം എന്ത് ചെയ്തു? തിടുക്കത്തിൽ അവൾ യാത്ര പുറപ്പെട്ടു. എങ്ങോട്ട്? എലിസബത്തിൻ്റെ അടുത്തേക്ക്, അല്ലേ? ഇളയമ്മയായ എലിസബത്തിനെ കാണാൻ. എന്നിട്ട് പറയാം, 3 മാസക്കാലത്തോളം അവൾ അവിടെ താമസിച്ചു. ആ 3 മാസക്കാലം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കാലം 6-ാം മാസത്തിൽ അറിയണേ. പിന്നെയുള്ള 3 മാസം എന്ന് പറഞ്ഞാൽ 9-ാം മാസം വരെ താമസിച്ചു. എന്ന് പറഞ്ഞാൽ 9 മാസവും 10 ദിവസം താമസിച്ച് കാണാൻ സാധ്യതയുണ്ട്. എന്തിനു വേണ്ടിയിട്ട് പോയി? പ്രസവം നോക്കാൻ വേണ്ടി പോയി. എത്ര വയസ്സുള്ള പെൺകുട്ടിയാണ്? 16 വയസ്സുള്ള പെൺകുട്ടി. അപ്പം പരിശുദ്ധ അമ്മയ്ക്കറിയാം, പരിശുദ്ധ കന്യകാമറിയത്തിനറിയാം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വന്നു കഴിയുമ്പോൾ എന്ത് കാര്യവും ധൈര്യത്തോടെ ചെയ്യാൻ പറ്റും, എന്ത് കാര്യവും ചങ്കുറ്റത്തോടെ ചെയ്യാൻ പറ്റും. ഇനി നോക്കിയാൽ നിങ്ങൾ ഈശോയെ പ്രസവിക്കുന്ന സമയം നോക്കിയാൽ, കാലിത്തൊഴുത്തിൽ ഈശോയെ പ്രസവിക്കുന്ന സമയം പ്രസവം എടുക്കാനായിട്ട് ആരാണ്ടായ? നഴ്സുമാരുണ്ടായോ? ഡോക്ടർമാരുണ്ടായോ? ആരാ ഉണ്ടായത്? ഔസേപിതാവിന് ഇത് വല്ല അറിയാമോ? അപ്പോൾ ആരായിരിക്കും നിർദ്ദേശം കൊടുത്തത്? ഔസേപ്പേ ഇങ്ങനെ ചെയ്യെന്ന് പറഞ്ഞ് നിർദ്ദേശം കൊടുത്തത് ആരായിരിക്കും? ഈ പരിശുദ്ധാത്മാവല്ല, പരിശുദ്ധ അമ്മ. മനസ്സിലായോ? പരിശുദ്ധ അമ്മയ്ക്ക് എന്തെന്നില്ലാത്തൊരു ചങ്കൂറ്റമാണ് ആ സ്ത്രീക്ക്. കുരിശിൻ്റെ ചുവട്ടിൽ സ്വന്തം മകൻ നഗ്നനായി കിടക്കുന്നത് കണ്ടിട്ട് അവനെ അടിമുടി ഇങ്ങനെ മാംസക്കഷ്ണം പോലെയായി മാറി വ്രണങ്ങളേറ്റ ശരീരത്തോടുകൂടെ സ്വന്തം മകൻ കിടന്ന് പിടയുന്നത് കണ്ടിട്ട് ഒരു കുരിശിൻ്റെ ചുവട്ടിൽ തളർന്നു വീഴാതെ ഒരമ്മ നിന്നിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ്? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറഞ്ഞതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവൾ തളർന്നു വീണാനെ, തലചുറ്റി വീണാനെ. ഇല്ലേ, ശവടുപ്പിനൊക്കെ പോകുമ്പോൾ നമ്മൾ കാണണമല്ലേ, മകൻ്റെ ശവടുപ്പിന് പോയാൽ അമ്മ തല കറങ്ങി വീഴും. കാരണം പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. പക്ഷെ പരിശുദ്ധ അമ്മ തല കറങ്ങി വീണിട്ടില്ല. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അർണോസ് പാതിരി രചിച്ച പുത്തൻപാന നമ്മൾ വായിക്കാറുണ്ട്. അമ്മ കന്യാമണി തൻ്റെ നിർമ്മല അല്ലേ, വായിക്കാറില്ലേ, പാടാറില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് അമ്മ ഹൃദയം നകർന്ന് പാടി എന്ന് അർണോസ് പാതിരി കുറിച്ച് വെച്ചിരിക്കുന്നതാണ്. സത്യത്തിൽ അമ്മ നെഞ്ചത്തടിച്ച് നിലവിളിച്ചിട്ടുണ്ടാവോ? ഇല്ല, അമ്മ നെഞ്ചത്തടിച്ച് നിലവിളിച്ചിട്ടില്ല. കാരണം പരിശുദ്ധ അമ്മ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറാൻ വേണ്ടി, ഈ ഇഷ്ടം നിറവേറ്റി കിട്ടാൻ വേണ്ടി, പുത്രനായ ദൈവത്തിന് ശക്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നവളാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വന്നുകൊണ്ടാണ്. അപ്പോൾ അമ്മയ്ക്കറിയാം, ഈ പേടിത്തൊണ്ടന്മാരായ അപ്പസ്തോലന്മാരെ ശക്തിപ്പെടുത്തുന്ന വിധത്തിൽ ഇവരെ എന്തെന്നില്ലാത്ത പവർഫുള്ളാക്കി മാറ്റാൻ ആർക്ക് പറ്റും? പരിശുദ്ധാത്മാവിന് പറ്റും. ഇവർ ഈ കാണുന്നവരൊന്നുമല്ല, ഇവരിൽ ഓരോരുത്തരും അഗ്നിയാണ്, അഗ്നി. ഈ അഗ്നിയെ ആളിക്കത്തിക്കാൻ പരിശുദ്ധാത്മാവിന് പറ്റും എന്ന് അമ്മയ്ക്കറിയാം. അതുകൊണ്ട് അമ്മ എന്ത് ചെയ്തെന്നറിയാമോ? ഒരൊറ്റ എണ്ണത്തിനെ പോലും പുറത്തു വിടാതെ ഇങ്ങനെ ഒരു ചരടിൽ ഇങ്ങനെ കെട്ടി വെച്ച പോലെ എല്ലാത്തിനും ഇങ്ങനെ കോർത്ത് പിടിച്ചേക്കാം. 10 ദിവസം ഒരൊറ്റ എണ്ണം പുറത്തു പോയിട്ടില്ല. കർത്താവ് ഉയർത്തതിന് ശേഷം എല്ലാവരും കൂടി കാണാൻ 2-3 പ്രാവശ്യം വരേണ്ട വന്നു. നമ്മുടെ തോമാസ് ഡിയൊക്കെ അടങ്ങി ഒതുങ്ങി നിൽക്കില്ല, ഹൈപ്പർ ആക്ടിവിറ്റിയുള്ള കുട്ടികളെ പോലെയാണ്, എപ്പോഴും ചാടി പുറത്തു പോകും. അതുകൊണ്ടാണ് തോമാസ് ഡി ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ തോമാസ് ഡി ഉണ്ടായിരുന്നില്ല. പിന്നെ 2ാമത്തെ പ്രാവശ്യം തോമാസ് ഡി മാത്രം കാണാൻ വേണ്ടി വന്നു. പക്ഷേ ഒറ്റ വരവേ പരിശുദ്ധാത്മാവിൻ്റെ പ്രകടനത്തിനായിട്ട് ആത്മാവ് സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുള്ളൂ. പ്രകടനം നടത്താൻ വേണ്ടി വരുന്നതാണ്, പിന്നീട് വരില്ല. അപ്പം അതുകൊണ്ട് ഈ ഒറ്റ വരവിൽ 12 പേർക്കും യൂദാസിന് പകരം മത്തിയാസിനെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടാണ് അവർ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒറ്റ ആൾക്ക് പോലും പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം, പ്രകടനം അത് നഷ്ടമായി പോകരുത് എന്ന് അമ്മ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തു. അതുകൊണ്ട് ഒറ്റെണ്ണത്തിനെ പുറത്ത് വിടാതെ അമ്മ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. ശരിക്കും എനിക്ക് ഈ കൊന്ത പോലെ തോന്നി. ജപമാല കരങ്ങളിലെടുക്കുമ്പോൾ കണ്ടിട്ടില്ലേ? അമ്മയുടെ സ്ഥാനം എവിടെയാണ്? അവിടെ
ഈ ജപമാലയിൽ പരിശുദ്ധ അമ്മ എവിടെയുള്ളത്? പരിശുദ്ധ അമ്മ എവിടെയുള്ളത്? ഈ മണികളാണോ? മണികളൊക്കെ വചനങ്ങളാണ്, വചനങ്ങളുടെ പ്രതീകമാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എവിടെയാണുള്ളത്? അപ്പം ഞാനിങ്ങനെ വിചാരിക്കും, ഈ ചരടുണ്ടല്ലോ, ഈ മണികളെയൊക്കെ കോർത്ത് പിടിച്ച് നിൽക്കുന്ന ചരട്, അതാണ് പരിശുദ്ധ അമ്മ. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്, ഞാൻ അങ്ങനെയാണ് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചരട് പെന്തക്കോസ്തായിൽ തുടങ്ങിയ ചരടാണ്. സഭയുടെ ആരംഭം മുതൽ സഭാമക്കളെ ഒറ്റച്ചരടിൽ കോർത്ത് പിടിച്ച് വെച്ചിരിക്കുന്ന ആരാണ്? പരിശുദ്ധ കന്യകാമറിയമാണ്. നിങ്ങൾ നോക്കിയേ, കത്തോലിക്ക സഭയിൽ നിന്ന് ഒരു വ്യക്തിയെ വിടുവിപ്പിക്കാൻ വേണ്ടി ആദ്യം ചെയ്യുന്ന പരിപാടി എന്താണ്? പിശാച് ആദ്യം ചെയ്യുന്ന പരിപാടി എന്താണ്? കൊന്ത ചൊല്ലാതിരിപ്പിക്കലാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പാപം കടന്നുകൂടുന്നതിന് മുൻപ് പിശാച് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. എന്താണെന്നറിയാമോ? വീട്ടിലെ കൊന്ത മുടക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോ, ശരിയല്ല അച്ഛൻ പറയുന്നത്. വീട്ടിലെ ജപമാല മുടങ്ങിയോ തിന്മയുടെ ശക്തി അപ്പോൾ അകത്ത് കയറും. മനസ്സിലായോ? അതായത് പരിശുദ്ധ അമ്മയാകുന്ന ചരട് കത്തോലിക്ക സഭയിലെ മക്കളെ മുഴുവനും ഇങ്ങനെ കോർത്ത് കെട്ടി ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുക. അതിൻ്റെ ഇടയിൽ നിന്ന് ചോർത്തിയെടുക്കാൻ വേണ്ടി പിശാച് ചെയ്യുന്ന പരിപാടിയാണ് അമ്മയുടെ കരങ്ങളിൽ നിന്ന് മക്കളെ വിടുവിപ്പിക്കുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിന് വേണോ? സഭയോട് ചേർന്ന് നിൽക്കണോ? ആരുടെ കൂടെ നിൽക്കണം? പരിശുദ്ധമ്മയുടെ കൂടെ നിൽക്കണം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഈശോമിശിഹ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആരുടെ അടുത്തേക്കാണ് പോയതെന്നറിയാമോ? മഗ്ദലേന അടുത്തേക്കാണോ? അല്ല. ആരുടെ അടുത്തേക്കാണ് പോയത്? യോഹന്നാൻ്റെ വീട്ടിലേക്ക്. അവിടെയാണ് ആരുള്ളത്? പരിശുദ്ധ അമ്മയുള്ളത്. യോഹന്നാനോടാണ് അമ്മയെ നോക്കാൻ പറഞ്ഞത്. അന്നു മുതൽ അവൻ്റെ വീട്ടിൽ അവൻ അമ്മയെ സ്വീകരിച്ചു എന്ന് വചനത്തിൽ നമ്മൾ വായിക്കുകയാണ്. അപ്പം അന്നു മുതൽ ഈശോ ആത്മാവ് കൊണ്ട് എല്ലാ ദിവസവും പോകുന്നൊരു ഭാഗം എവിടെയാണ്? യോഹന്നാൻ്റെ വീട്. അപ്പം നമ്മുടെ വീട്ടിലേക്ക് എല്ലാ ദിവസവും ഈശോയും പരിശുദ്ധാത്മാവും ഒക്കെ വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? എന്താ ചെയ്യണ്ടേ? പറയേ. പരിശുദ്ധ അമ്മയെ എവിടെ കൊണ്ടിരുത്തണം? നമ്മുടെ വീട്ടിൽ കൊണ്ട് നിർത്തണം. വിടരുത്, അയൽപ്പക്കങ്ങളിലേക്ക് ഒന്നും വിടരുത്. നമ്മുടെ വീട്ടിൽ അല്ലേ? അങ്ങനെ ഒരു വാശിയാണ്. അമ്മ ഞാൻ എൻ്റെ വീട്ടിലിരിക്കണം, എൻ്റെ കയ്യിലിരിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? വിടാതെ പിടികൂടാനുള്ള ഒരു വഴി എന്താണ്? ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുക. വിടരുത് പരിശുദ്ധ അമ്മയെ വിടാതിരുന്നാൽ വടിയുമ പാമ്പ് ചുറ്റിയ പോലെ ആര് വരും? ഈശോയും വരും, പരിശുദ്ധാത്മാവും വരും. ഒന്ന് കരമുയർത്തി പറഞ്ഞേ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിങ്ങനെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ധ്യാനിക്കുകയായിരുന്നു. പരിശുദ്ധാത്മാവിനെ കാണാൻ പറ്റുമോ? ഇന്നലെ അല്ല, മിനിഞ്ഞാന്നായിരുന്നു വേലുപ്പാടം പള്ളിയിൽ ഞാൻ പോയപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചിന്ത അതാണ്. പരിശുദ്ധാത്മാവിനെ കാണാൻ പറ്റുമോ? എന്താ പരിശുദ്ധാത്മാവിൻ്റെ ഷേപ്പ്? പ്രാവ് അല്ലേ? പ്രാവ്, തീനാളം, കാറ്റ്. അതാ കറക്റ്റായി പറയുന്നത്. പ്രാവ്, തീനാളം, കാറ്റ്, മൂന്നാണ് പ്രധാനമായിട്ട് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഈശോയുടെ ജ്ഞാനസ്നാന സമയത്ത് സ്വർഗം തുറക്കപ്പെട്ടെന്നും പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഈശോയുടെ മേലേക്ക് ഇറങ്ങി വന്നു എന്നും വചനത്തിൽ നമ്മൾ വായിക്കുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന് പ്രാവിൻ്റെ രൂപം കൊടുത്തത്, അല്ലേ? എന്നാൽ പിന്നെ ഇവിടെ കാണുന്ന പ്രാവൊക്കെ പരിശുദ്ധാത്മാവാണോ? അപ്പം എങ്ങനെ പ്രാവിൻ്റെ രൂപമാവണേ? പ്രാവിൻ്റെ രൂപമാണെങ്കിൽ എല്ലാ പ്രാവും പരിശുദ്ധാത്മാവാവണ്ടേ? അപ്പോൾ നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ ഒരു പ്രാവ് ഇരിക്കുന്ന കാണുമ്പോൾ ഈ പരിശുദ്ധാത്മാവേ എന്ന് പറഞ്ഞിങ്ങനെ ആരാധിക്കുമോ? ഇല്ല. അടുത്ത് പറഞ്ഞ പരിശുദ്ധാത്മാവ് തീനാളമാണെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മെഴുതിരി കത്തിച്ച് വയ്ക്കുമ്പോഴും അടുപ്പിൽ തീ കത്തുമ്പോഴൊക്കെ നമ്മളിങ്ങനെ കുമ്പിട്ട് ആരാധിക്കണ്ടേ? പെന്തക്കോസ്താ ദിനത്തിൽ പരിശുദ്ധാത്മാവ് അഗ്നിനാളങ്ങളുടെ രൂപത്തിൽ അവരുടെ മേലേക്ക് ഇറങ്ങി വന്നു. എല്ലാ അഗ്നിനാളവും പരിശുദ്ധാത്മാവാണോ? അല്ല. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിയതമായുള്ള രൂപമാണോ അഗ്നി? അല്ല. പ്രതീകാത്മകമായി അഗ്നിയുടെ രൂപം സ്വീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് പറഞ്ഞ് കാറ്റാണ് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞു. കാറ്റ്. എന്നാൽ ഫാൻ ഇട്ടിട്ടുണ്ട്, കാറ്റ് വരുന്നില്ലേ? അപ്പച്ചാ അവിടെ കാറ്റ് വരുന്നില്ലേ? അപ്പോൾ ഫാനിനെ നോക്കിക്കൊണ്ട് കാറ്റ് തരുന്ന ഫാൻ പരിശുദ്ധാത്മാവിനെ തരുന്ന സാധനമാണെന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ഇല്ല. കാറ്റ് പ്രതീകമാണ്. ഇനിയൊന്ന് ഞാൻ ചോദിക്കട്ടെ, ഈ മൂന്ന് സാധനവും പറഞ്ഞില്ലേ? വെള്ളം പറഞ്ഞു, ഇനി തീ പറഞ്ഞു, പരിശുദ്ധാത്മാവ് പ്രാവ് പറഞ്ഞു, പിന്നെ അഗ്നി പറഞ്ഞു. പ്രാവിനെ തൽക്കാലത്തേക്ക് അത് മാറ്റി നിർത്താം. ബാക്കി മൂന്നും കൂടി എടുത്തു നോക്കിയേ. പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായിട്ട് പ്രാവിന് പകരം വെള്ളം എടുക്കുക. വെള്ളം, തീ, കാറ്റ്. ഇതിന് മൂന്നിൻ്റെയും പ്രത്യേകത എന്താണ്? വെള്ളം കാണാൻ പറ്റില്ല ചേച്ചി? എന്താണ്? ഇത് മൂന്നും കാണാനൊക്കെ പറ്റും, പക്ഷെ മൂന്നിനും ഷെയ്പ്പില്ല.
മനസ്സിലായോ? ഇതിപ്പോൾ എനിക്ക് കുടിക്കാൻ വേണ്ടി വെള്ളം കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഇതിൽ നിറച്ച് വെള്ളമാണ്. ഈ വെള്ളത്തിൻ്റെ ഷേപ്പ് എന്താണ്? ഈ ഗ്ലാസിൻ്റെ ഷേപ്പ്. ഇനി ഈ വെള്ളം എൻ്റെ കൈക്കുമ്പിളിലേക്ക് ഒഴിച്ചു എന്ന് വരികയും അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഷേപ്പ് എന്താണ്? കൈക്കുമ്പിളിൻ്റെ ഷേപ്പ്. ഇതുപോലെ തന്നെയാണ് കാറ്റും. അതിന് നിയതമായുള്ള ഷേപ്പില്ല. തീ ഏത് പാത്രത്തിലേക്കാണോ ചേർത്ത് വയ്ക്കുന്നത് അതാണ് തീയുടെ ഷേപ്പ്. അപ്പോൾ പരിശുദ്ധാത്മാവിന് നിയതമായിട്ടുള്ള ഒരു ഷേപ്പില്ല. അപ്പോൾ പരിശുദ്ധാത്മാവിന് ഷേപ്പ് എന്തായിരിക്കും? ഏത് വസ്തുവിലാണോ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്നത് അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഷേപ്പ്. മനസ്സിലായോ? കാക്കയാണ്, പ്രാവല്ല. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഷേപ്പ് എന്താണ്? ഏത് വസ്തുവിലാണോ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്നത് അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഷേപ്പ്. വിവാഹിതരായുള്ള സ്ത്രീകളൊക്കെ ഒന്ന് കൈവയ്ക്കും. വിവാഹിതരായുള്ള സ്ത്രീകൾ, ഇത്രയും പേർക്ക് ഒരു വിവാഹിതരായ സ്ത്രീകളാണ്. പുരുഷന്മാർ കൈവയ്ക്കിട്ടില്ലല്ലോ? ഇല്ല. ഓക്കെ. ഇനി നിങ്ങളുടെ കഴുത്തിൽ കിടക്കുന്ന ആ താലി ഒന്ന് പുറത്തേക്ക് എടുത്തേക്ക്. ആ കഴുത്തിൽ കിടക്കുന്ന താലി, എന്നിട്ട് ആ താലി ഒന്ന് ഇങ്ങനെ നിവർത്തി പിടിക്കും. നിങ്ങൾക്ക് കാണുന്ന വിധത്തിൽ നിവർത്തി പിടിച്ചാൽ മതി, എനിക്ക് കാണണ്ട. കണ്ടോ? താലി നിവർത്തി പിടിച്ചോ? ഇനി പറഞ്ഞേ, ആ താലിയുടെ ഷേപ്പ് എന്താണ്? കുരിശ? ആലിലയാ? അത് ഹൈന്ദവരുടെ താലി. ഈ താലിയുടെ ഷേപ്പ് എന്താണ്? നോക്കിയേ, നന്നായിട്ട് നോക്കിയേ. എന്തോ ഡയമണ്ടാ? ഹൃദയം? അതുള്ളിലല്ലേ കുരിശ്? അതിൻ്റെ പുറത്ത് ആകൃതി എന്താണ്? തീനാളത്തിൻ്റെ ആകൃതിയാണ്. തീനാളത്തിൻ്റെ ആകൃതി. മനസ്സിലായോ? എന്തിനാ അങ്ങനെ ആകൃതി വെച്ചിരുന്നത്? പരിശുദ്ധാത്മാവ് പെന്തക്കുസ്താ ദിനത്തിൽ അഗ്നിനാളങ്ങളുടെ രൂപത്തിൽ അവരിലേക്ക് എഴുന്നള്ളി വന്നപ്പോൾ അവർ ശക്തി പ്രാപിച്ചു. മനസ്സിലായോ? അപ്പോൾ ഓരോ വിവാഹത്തിലും താലിയുടെ രൂപത്തിൽ വരുന്നത് ആരാണ്? അപ്പോൾ കെട്ടിയോൻ നിങ്ങളുടെ കഴുത്തിലേക്ക് എന്താണ് ചാർത്തി തന്നത്? എന്താ ധൈര്യമില്ലാത്ത? പരിശുദ്ധാത്മാവിനെ ദേവാലയത്തിൽ പുരോഹിതൻ്റെയും ബന്ധുമിത്രാദികളൊക്കെ നടുക്ക് വെച്ച് നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങളുടെ കഴുത്തിൽ ചാർത്തി തന്ന താലി പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്. ഒന്ന് കരമുയർത്തി പറഞ്ഞേ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സമ്മതിക്കാവോ? പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ് താലി എന്ന് സമ്മതിക്കാവോ? സമ്മതിക്കാം. ഓക്കെ. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. പരിശുദ്ധാത്മാവിന് നിയതമായ ഷേപ്പില്ല. എവിടെയാണോ പരിശുദ്ധാത്മാവ് പ്രവേശിക്കുന്നത് അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഷേപ്പ്. അപ്പോൾ എന്തിനാണ് ഈ പരിശുദ്ധാത്മാവിനെ കല്യാണത്തിനന്ന് നിങ്ങളുടെ കഴുത്തി കെട്ടിത്തന്നത്? നിങ്ങൾ ഏത് വീട്ടിലേക്ക് പ്രവേശിക്കുന്നുവോ അവിടെ അഡ്ജസ്റ്റ് ആവണം എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? നിങ്ങൾ കെട്ടാൻ പോകുന്ന ഭർത്താവ് ഏത് സ്വഭാവക്കാരൻ അറിഞ്ഞുകൂടാ, പക്ഷേ അവിടെ നിങ്ങൾ അഡ്ജസ്റ്റ് ആവണം. അവിടെ നിങ്ങൾ സന്തോഷവതികളായിരിക്കണം. അതിനാണ് ഈ പരിശുദ്ധാത്മാവിനെ തന്നത്. ഏത് ഷേപ്പിലേക്ക് ഒതുങ്ങാൻ പറ്റും? ഞാൻ ഈ പെന്തക്കുസ്താ തിരുനാൾ ദിനത്തിൽ എൻ്റെ ഇടവകയിലുള്ള എൻ്റെ മക്കളോട് ചോദിച്ചു, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കാണണോ? അപ്പോൾ അവർ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു പരിശുദ്ധാത്മാവിനെ കാണണം. അപ്പോൾ എന്ത് ചെയ്യണം പരിശുദ്ധാത്മാവിനെ കാണാൻ? കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്ന് നോക്കുക. കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്ന് നോക്കുക. നിങ്ങളോടും അച്ഛനതാണ് പറയാനുള്ളത്. പരിശുദ്ധാത്മാവിനെ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? കണ്ണാടിയുടെ മുമ്പിൽ പോയി നോക്കണം. അതെന്താ വെച്ചാൽ അങ്ങനെ ചോദിക്കണല്ലേ? അതെന്താ വെച്ചാൽ അങ്ങനെ? അതെന്താ അങ്ങനെ? മാമോദീസായിലൂടെ സൈറ് ലേപനത്തിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് ആര് വന്ന് നിറഞ്ഞിട്ടുണ്ട്? പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞിട്ടുണ്ട്. ഇനി പരിശുദ്ധാത്മാവിൻ്റെ ഷേപ്പ് എന്താണ്? പരിശുദ്ധാത്മാവ് ഏത് വസ്തുവിൽ ഏത് വ്യക്തിയിൽ നിറയുന്നുവോ അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഷേപ്പ്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഷേപ്പ് എന്താണ്? എൻ്റെ ഷേപ്പ്. മനസ്സിലായോ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്ന് കർത്താവായ ദൈവം പറയാൻ കാരണം എന്താണ്? ആത്മാവ്, പിതാവിൻ്റെ ആത്മാവ് യേശുക്രിസ്തുവിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് കൊണ്ട് ധൈര്യമായിട്ട് ചങ്കൂറ്റത്തോടെ കർത്താവ് പറയാണ്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. അങ്ങനെയാണെങ്കിൽ അൾത്താരയിൽ നിൽക്കുന്ന ഷിബു എന്നു പേരുള്ള അച്ഛനായ ഞാൻ എന്തു പറയണം നിങ്ങളോട്? എന്നെ കാണുന്നവൻ പരിശുദ്ധാത്മാവിനെ കാണുന്നു, എന്നെ കാണുന്നവൻ യേശുക്രിസ്തുവിനെ കാണുന്നു, എന്നെ കാണുന്നവൻ പിതാവായ ദൈവത്തെ കാണുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ പ്രവൃത്തി നിങ്ങൾ നോക്കിക്കഴിയുമ്പോൾ പരിശുദ്ധാത്മാവില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാവുണ്ടോ? ഞാനൊരിക്കൽ നിങ്ങളുടെ അടുത്ത് വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഏത് ദിവസം പറഞ്ഞെന്നറിയാൻ പാടില്ല. ഒരു കുട്ടി ആലപ്പുഴയിലെ പുറക്കാട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഒരു കടൽ തീരത്തുള്ളൊരു പള്ളിയാണ്. അവിടെ വേദപാഠം പഠിപ്പിക്കാൻ വേണ്ടി പോയപ്പോൾ ഈ ഉടുപ്പ് കിട്ടിയിട്ട് ആദ്യത്തെ കൊല്ലമാണ്. അപ്പോൾ ഭയങ്കര തീക്ഷ്ണതയാണ്. വൈദികനാകാൻ വേണ്ടി ആഗ്രഹിച്ച് ഈ ഉടുപ്പ് കിട്ടുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടമാണ് ഈ ഉടുപ്പിട്ടുകൊണ്ട് നടക്കാൻ.
അങ്ങനെ ഇങ്ങനെ അച്ഛൻ്റെ പവറോട് കൂടിയിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് അന്ന് 4ാം ക്ലാസ്സിലാണ് ആ കൊച്ചു പഠിച്ചായിരുന്നത്. ഒരു പെൺകുട്ടിയാണ്. അവൾ ഓടി വന്നിട്ട് എന്നോട് ചോദിച്ചു, ബ്രദറെ 2 ബൈബിൾ തരുന്നു. ഒരെണ്ണം പ്രൊട്ടസ്റ്റൻ്റുകാരുടെ ബൈബിൾ, പന്തക്കൊസ്തക്കാരുടെ ബൈബിളും, ഒരെണ്ണം കത്തോലിക്ക നമ്മുടെ ബൈബിളാണ്. അപ്പോൾ ഇത് രണ്ടും തന്നു കഴിഞ്ഞാൽ നോക്കാതെ കണ്ണടച്ച് പിടിച്ച് സമയത്ത് ഇത് കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞാൽ ഇത് നോക്കാതെ എങ്ങനെ പന്തക്കൊസ്തക്കാരുടെ ബൈബിൾ തിരിച്ചറിയാൻ പറ്റും? ചോദ്യമാണ്. എങ്ങനെ പറ്റും? അപ്പം ഞാനിങ്ങനെ കുറേ ഉത്തരങ്ങളൊക്കെ പറഞ്ഞു നോക്കി, തിയോളജിയൊക്കെ പഠിച്ചതൊക്കെ വെച്ചിട്ടുള്ള ഉത്തരമൊക്കെ പറഞ്ഞു. ഈ കൊച്ചാണെങ്കിൽ ഒന്നും സംഭവിക്കുന്നില്ല. കുസൃതി ചോദ്യമാണ്. അപ്പോൾ പിള്ളേരോട് നമ്മൾ തോറ്റു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തലയിൽ തൊപ്പിട്ടു എന്ന് കാണിച്ച് കഴിഞ്ഞിട്ട് ഭയങ്കര സന്തോഷമാണ് അല്ലേ? നമുക്കിന്ന് പറ്റാത്തൊരു കാര്യമാണ് കേട്ടോ. ഭർത്താക്കന്മാരുടെ മുമ്പിൽ തോൽക്കാൻ പറ്റില്ല, അമ്മായിമ്മയുടെ മുമ്പിൽ തോൽക്കാൻ പറ്റില്ല, പിന്നെ നാത്തൂമാരുടെ മുമ്പിൽ തോൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്താണ്? ഇടിബഹളമാണ്, ഇടിബഹളം. ഒന്ന് തോറ്റാൽ മതി, പ്രശ്നങ്ങളൊക്കെ തീരും. അപ്പോൾ ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞു, മോളെ ബ്രദർ തൊപ്പിട്ടു. അപ്പോൾ ഈ കൊച്ചു പറയാണ്, ബ്രദറെ ഈ ബൈബിൾ 2 തന്നിട്ടില്ലേ, അതെടുത്തിട്ട് ഇങ്ങനെ മണത്ത് നോക്കിയാൽ മതി. ഇങ്ങനെ മണത്ത് നോക്കുക, ഏത് ബൈബിളിനാണോ നല്ല വിയർപ്പ് നാറ്റമുള്ളത് അതാണ് പന്തക്കൊസ്തക്കാരുടെ ബൈബിൾ. കാരണം പന്തക്കൊസ്തക്കാരെപ്പോഴും ബൈബിൾ ഇങ്ങനെ കക്ഷത്തിൽ വെച്ച് നടക്കാറ്. കുസൃതി ചോദ്യമാണ് കേട്ടോ, നിങ്ങൾ ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ബൈബിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ അപ്പോൾ ഇരുന്ന് ചിന്തിച്ചു. നമ്മുടെ ബൈബിളിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ ബൈബിൾ ഇങ്ങനെ എടുത്ത് തുറക്കാൻ നോക്കിക്കഴിഞ്ഞാൽ തുറക്കാൻ കിട്ടില്ല. കാരണം നമ്മൾ വീട് വെഞ്ചിരിച്ച സമയത്ത് മനോഹരമായി അലങ്കരിച്ച പീഠത്തിൽ അന്ന് വികാരിയച്ഛൻ തുറന്നു വെച്ചതാണ് ഈ ബൈബിൾ. ഇങ്ങനെ ഈ പേജ് ഇടയ്ക്ക് പോയിട്ട് ഊതി അവിടെ തന്നെ വയ്ക്കും. അച്ഛൻ വീട് വെഞ്ചിരിക്കാൻ വരുന്നതെന്ന് പറയുമ്പോഴാണ് വല്ലപ്പോഴൊക്കെ ഇത് ഊതുന്നത്. നമ്മളിത് തുറക്കൂല. അതുകൊണ്ട് ഇത് പ്രിൻ്റ് ചെയ്ത സമയത്ത്, ഇത് ബൈൻഡ് ചെയ്ത സമയത്ത് കട്ടിങ് ചെയ്തപ്പോൾ പ്രസ്സിൽ ഇങ്ങനെ പിടിച്ചിരുന്നത് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടാവും. അതാണ് കത്തോലിക്ക വിശ്വാസികളുടെ ബൈബിള്. ശരിയാണോ? പൂർണ്ണമായിട്ട് ശരിയല്ലെങ്കിലും കുറച്ചൊക്കെ ശരിയല്ലേ? ഓക്കെ, കുറച്ചൊക്കെ ശരിയാണ്. അതുകൊണ്ട് ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ നിങ്ങളോടൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്, ചെന്നിട്ട് ശരിക്കും ആ ബൈബിളൊന്ന് തുറന്നേക്കണം കേട്ടോ. ശരിക്കും ആ ബൈബിളൊന്ന് തുറന്നേക്കണം. തുറക്കോ? ബൈബിൾ തുറക്കോ? വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, തുറന്നാൽ മതി. പേജുകളൊക്കെ ഒന്ന് മറച്ച് നോക്കിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി, കർത്താവേ ഈ വചനം എൻ്റെ ഉള്ളിലേക്ക് വരട്ടെ. എല്ലാവർക്കും വായിക്കാനുള്ള കൃപയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക, കർത്താവേ ഈ വചനം എൻ്റെ ഉള്ളിലേക്ക് വരട്ടെ, ഈ വചനം എൻ്റെ ഉള്ളിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞിട്ട് പേജെങ്കിലും മറച്ചു വിടുക. വായിക്കാൻ അറിയാൻ പാടില്ലാത്തൊരു ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. വായിക്കാൻ അറിയുന്നവർ ഓരോ പേജെങ്കിലും വായിക്കണം, അല്ലാത്തൊരിത് മറച്ചു വിടുക. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ ഷെയ്പ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഷെയ്പ്പാണെങ്കിൽ നമ്മൾ കത്തി ജ്വലിക്കേണ്ടവരല്ലേ? ശരിക്കും അല്ലേ? കത്തി ജ്വലിക്കേണ്ടവരല്ലേ? അപ്പസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിന് കിട്ടിയ ദിവസമല്ല പന്തക്കുസ്ത തിരുനാൾ. പരിശുദ്ധാത്മാവ് നേരത്തെ അവരുടെ ഉള്ളിൽ വന്ന് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്താണെന്ന് നേരിട്ട് അവർ കാണുകയാണ്. അവർ തന്നെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. എൻ്റെ അമ്മേ, ഇത്രയും പവർ എൻ്റെ ഉള്ളിലുണ്ടോ അല്ലേ? പത്രോസിയൊക്കെ ഇങ്ങനെ വചനം അങ്ങനെ പറയുന്ന സമയത്ത് അന്യഭാഷക്കാർ മുഴുവനും അവരുടെ ഭാഷയിൽ കേൾക്കുന്നു. 3000-ഓളം പേര് അന്ന് തന്നെ മാമോദിസ സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. നീണ്ട ക്യൂ ആയിരിക്കും. 3000-ഓളം പേര് മാമോദിസ സ്വീകരിക്കാൻ പറ്റുന്ന അവസ്ഥ ആലോചിച്ച് നോക്കി. അപ്പോസ്തലന്മാർ ഫുള്ള് ബിസി ആയേക്കാം. 12 പേര് നിരന്ന് നിന്നാണ് മാമോദിസ മുക്കിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്താ സംഭവിക്കണേന്ന്. പത്രോസിയൊക്കെ കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും അടിക്കാൻ വേണ്ടിയിട്ട് രോഗികളായിട്ടുള്ളവരൊക്കെ കൊണ്ട് അവിടെ കെടുത്തി എന്ന് പറയുന്നത്. അവൻ്റെ നിഴലെങ്കിലും അടിച്ചാൽ മതി, ആ നിഴലടിക്കുന്നവർക്ക് സൗഖ്യം. ഓക്കെ, എന്തൊരു ശക്തിയാണ്, എന്തൊരു പവറാണ്. ഇത് അപ്പോസ്തലന്മാർക്ക് മാത്രമല്ലേ ഉള്ളൂ? അല്ലേ? ഇത് അപ്പോസ്തലന്മാർക്ക് മാത്രമല്ലേ ഉള്ളൂ? നമുക്കുണ്ട് ആ പവർ? നമുക്കുണ്ടോ ആ പവർ? ധൈര്യമില്ലല്ലോ. നമുക്ക് ആ പവർ ഉണ്ടോ? നമ്മുടെ നിഴലടിച്ചാൽ സൗഖ്യമാണോ തല്ലാണോ ഉണ്ടാവും നമുക്ക് അറിഞ്ഞുകൂടാ. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞവരായി ജീവിക്കണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ നന്മകൾ നൽകുകയില്ല. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, സ്വർഗം തുറന്നു വെച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി? പരിശുദ്ധാത്മാവിനെ തരാൻ വേണ്ടി മാത്രം. എന്തിനാ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത്? പിതാവായ ദൈവം ആഗ്രഹിക്കുകയാണ്, പുത്രനായ ദൈവം ആഗ്രഹിക്കുകയാണ്. എല്ലാ വിശ്വാസികളും, എല്ലാ കത്തോലിക്ക മക്കളും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം.
എല്ലാവരും പ്രാർത്ഥിച്ച് ശക്തി പ്രാപിക്കണം. എന്തിനാണ്? നമ്മുടെ നിഴലെങ്കിലും അടിച്ചാൽ അവിടെ സൗഖ്യമുണ്ടാകണം. നമ്മൾ കൈവച്ച് പ്രാർത്ഥിച്ചാൽ അവിടെ സൗഖ്യമുണ്ടാകണം. നമ്മളൊന്ന് വിളിച്ചാൽ വിളിപ്പുറത്ത് തമ്പുരാൻ കർത്താവ് ഇറങ്ങി വരണം. ആത്മാവിൻ്റെ അഭിഷേകമുള്ളവർ വിളിച്ചാൽ കർത്താവ് ഇറങ്ങി വരും പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി ഈ ഒരാഴ്ച മുഴുവനും കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. പന്തക്കുസ്ത തിരുനാളിന് വേണ്ടി നന്നായി ഒരുങ്ങി തിരുനാളിൽ പങ്കുചേർന്നവരെന്ന് കൈവെക്കാമോ? പന്തക്കുസ്ത തിരുനാളിന് വേണ്ടി നന്നായി ഒരുങ്ങി പ്രാർത്ഥിച്ചവർ, 50 ദിവസം പ്രാർത്ഥിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കുക. 50 ദിവസം ഒരുങ്ങിയവർ, 50 ദിവസം ഞാൻ ഒരുങ്ങി അച്ഛാ പന്തക്കുസ്ത തിരുനാളിന് വേണ്ടി. 5-6 പേര് കൈവക്കിയിട്ടുണ്ട്. നവനാൾ ചൊല്ലി പ്രാർത്ഥിച്ചവരൊന്ന് കൈവെക്കാമോ? 9 ദിവസം ഒരുങ്ങിയവർ, 9 ദിവസം ഒരുങ്ങിയവർ. അപ്പോൾ കുറച്ചുകൂടി പേര് കൈവക്കിയിട്ടു. 3 ദിവസമെങ്കിലും ഒരുങ്ങിയവർ, 3 ദിവസമെങ്കിലും ഒരുങ്ങിയവർ, 1 ദിവസമെങ്കിലും ഒരുങ്ങിയവരൊന്ന് കൈവെക്കാമോ? പന്തക്കുസ്തയുടെ തലേ ദിവസമെങ്കിലും പ്രാർത്ഥിച്ചൊരുങ്ങിയവർ, പന്തക്കുസ്ത തിരുനാളാണെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നു എന്നുള്ളവരൊന്ന് കൈവെക്കാമോ? കഷ്ടമാണ് നമ്മുടെ അവസ്ഥ. പന്തക്കുസ്ത തിരുനാളാണെന്ന് പോലും പലരും അറിഞ്ഞിട്ടില്ല. നമ്മുടെയൊക്കെ ഇടവുകളിൽ ഏറ്റവും ആഘോഷമായി കൊണ്ടാടപ്പെടേണ്ട തിരുനാൾ ഏതാണ്? പന്തക്കുസ്ത തിരുനാൾ. പിന്നെ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ. മനസ്സിലായോ? പന്തക്കുസ്ത തിരുനാളും പരിശുദ്ധ കുർബാനയുടെ തിരുനാളൊക്കെയാണ് ഏറ്റവും ആഘോഷമായി നമ്മുടെ ഇടവകയിൽ കൊണ്ടാടപ്പെടേണ്ടത്. ദൈവാനുഗ്രഹം കൊണ്ട് ഈ 2 തിരുനാളും എന്നാണ് നടക്കുന്നതെന്ന് മിക്കവാറും ഇടവകക്കാരറിയില്ല, അല്ലേ? നമ്മളതൊന്നും അന്വേഷിക്കാറ് പോലുമില്ല. ഒന്ന് അന്വേഷിച്ച് നോട്ട് ചെയ്ത് വെച്ചോളൂ. എന്നാണ് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ, എന്നാണ് ഈ പന്തക്കുസ്ത തിരുനാൾ. അതൊക്കെ നോട്ട് ചെയ്ത് വെച്ച് ഒരുങ്ങണം. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങണം. ദിവ്യകാരുണ്യത്തെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് രാവിലെ ഒരു സഹോദരൻ, എൻ്റെ ഇടവകയല്ല, പുറത്തുനിന്നുള്ളൊരു ഇടവകയുള്ള ഒരാളാണ്. അത് ഒരു പയ്യനാണ്. അദ്ദേഹം എന്നെ കാണാൻ വന്നിരിക്കുകയാണ്. കാണാൻ വന്നിരിക്കുന്നത്, എൻ്റെ അച്ഛ ഒരാഴ്ച പോലും വിശുദ്ധിയോടെ ജീവിക്കാൻ സാധിക്കുന്നില്ല, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇദ്ദേഹം കുമ്പസാരിക്കാൻ വേണ്ടി കാലത്ത് തന്നെ ഇന്നലെ വിളിച്ചു, ഇന്നലെ വൈകുന്നേരം വിളിച്ചു. അപ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ല. ഇന്ന് കാലത്ത് വരാൻ പറഞ്ഞു. കാലത്ത് തന്നെ ഓടിക്കതിച്ച് വന്നിരിക്കുക പാവം, കുമ്പസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് മുമ്പേ സ്പിരിച്വൽ കൗൺസിലിങ്ങിന് ഷെയറിങ്ങിനൊക്കെ വേണ്ടി വരുന്നൊരു പയ്യനാണ്. അപ്പോൾ ഇവൻ പറയാ, അച്ഛാ ഒരാഴ്ച പിടിച്ചു നിൽക്കാൻ എന്തോരം ബുദ്ധിമുട്ടാച്ചാ, ഒരാഴ്ച പിടിച്ചു നിൽക്കാൻ എന്തോരം ബുദ്ധിമുട്ടാച്ചാ. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാമോ? പറയുക കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ ഇവൻ പറയാണ്, അച്ഛാ എന്തോരം തീക്ഷ്ണതയോടുകൂടെ വചനം കേട്ട്, വചനം വായിച്ച്, വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് തീക്ഷ്ണതയോടുകൂടെ ഒരാഴ്ചയൊക്കെ നിൽക്കാൻ പറ്റുക വെച്ചാൽ അത് കഴിയുമ്പോഴേക്കും പ്രലോഭനം വരാണ്. ഈ പ്രലോഭനം വന്നു കഴിഞ്ഞാൽ പാപം അങ്ങ് ചെയ്യുന്നത് വരെ ഒരു സ്വസ്ഥതയില്ല. അതാ പയ്യൻ്റെ കാര്യം മാത്രമാണോ? ആണോ? അല്ല. അപ്പം ഇവനോട് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, മോനെ, ഈ വിശുദ്ധരൊക്കെ വിശുദ്ധരായി മാറിയത് എളുപ്പവഴിയിലൂടെ അല്ലാന്ന് നിനക്ക് മനസ്സിലായിട്ടുണ്ടോ? വിശുദ്ധരൊക്കെ വിശുദ്ധരായി മാറിയത് എളുപ്പവഴിയിലൂടെ അല്ല എന്ന് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ ഇങ്ങനെ ഇരിക്കുക, അതിങ്ങനെ കൈ ഇങ്ങനെ വെച്ചവൻ, ഇതെങ്ങനെ സാധിച്ചു വച്ചാ, ഇതെങ്ങനെ സാധിച്ചു വച്ചാന്ന്. അപ്പം ഞാൻ ഇവനോട് പറഞ്ഞു, മോനെ, ഫ്രാൻസിസ് അസീസി ഇത്രയും ശക്തനായിട്ടുള്ള പുണ്യാളൻ, ഈ ഫ്രാൻസിസ് അസീസി പുണ്യവാളിന് പ്രലോഭനം ഉണ്ടായപ്പോൾ ശക്തമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റാണ്ടായി കഴിഞ്ഞപ്പോൾ ഈ ഫ്രാൻസിസ് പുണ്യവാൾ എന്താ ചെയ്തതെന്ന് നീ നിനക്കറിയാവോ? വായിച്ചിട്ടുണ്ടോ നീ ജീവചരിത്രം? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? എന്താ ചെയ്തത്? റോസാപ്പൂവിൻ്റെ മുള്ളുകളുടെ ഇടയിൽ കിടന്നിട്ട് അങ്ങോട്ട് ഉരുണ്ടു. മനസ്സിലായോ? മുള്ളുകളുടെ ഇടയിൽ കിടന്ന് അങ്ങോട്ട് ഉരുളാണ് ഈ പ്രലോഭനത്തെ അതിജീവിക്കാൻ വേണ്ടി. എന്ത് പ്രലോഭനമാണ്? ശരീരത്തിൻ്റെ പ്രലോഭനത്തെ അതിജീവിക്കാൻ വേണ്ടി മുള്ളുകളുടെ ഇടയിൽ കിടന്നങ്ങ് ഉരുളാണ്. ഒന്ന് കരമുയർത്തി പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, മരണത്തിൻ്റെ തൊട്ട് മുമ്പുള്ള നിമിഷം വരെ എന്തുണ്ടാവും? പ്രലോഭനം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ മറ്റൊരു വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ, മരണത്തിൻ്റെ തൊട്ട് മുമ്പുള്ള ഓർമ്മ പോകുന്ന സമയം വരെ ശക്തമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ആയുധങ്ങൾ ഇങ്ങോട്ട് ധരിച്ച് നമുക്ക് പടപൊരുതാൻ പറ്റിയില്ലെങ്കിൽ വീഴ്ച നിശ്ചയമാണ്, വീഴ്ച നിശ്ചയം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക വെച്ചാൽ, അവൻ ചോദിക്കുകയാണ്, എന്ത് ചെയ്യാൻ പറ്റുക വെച്ചാൽ, നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒറ്റ കാര്യമുള്ളൂ മോനെ, എന്താണെന്നറിയാമോ? പാപമുണ്ടായാൽ ഉടനെ തന്നെ എന്ത് ചെയ്യണം? കുമ്പസാരിക്കണം. അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പാപമുണ്ടായാൽ ഉടനെ തന്നെ പോയി കുമ്പസാരിക്കണം മോനെ. അപ്പോൾ എന്ത് സംഭവിക്കുക വെച്ചാൽ, വീണ്ടും പാപം ചെയ്യില്ലേ? വീണ്ടും പാപം ചെയ്യാം, വീണ്ടും പാപം ചെയ്യാം. ബലഹീനരാണല്ലോ നമ്മൾ. കർത്താവിനത് അറിയാവുന്നതുകൊണ്ടാണല്ലോ കുമ്പസാരക്കൂട് സൃഷ്ടിച്ച് വെച്ചിട്ടുള്ളത്, കുമ്പസാരം എന്ന കൂദാശ സ്ഥാപിച്ച് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് മോനെ, നീ പാപം ചെയ്തു പ്രലോഭനത്തിൽ അകപ്പെട്ടു പോയാൽ ഉടനെ തന്നെ വന്ന് കുമ്പസാരിക്കുക.
എന്തിനാ നമ്മളെ പ്രലോഭനത്തിൽ അകപ്പെടുത്തുന്നത്? പെടുത്തിക്കളയുന്നത് എന്തിനാണ്? പിശാചിന് നമ്മളെ നേടിയെടുക്കണം. ദൈവത്തിൻ്റേതായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഈ അമ്മച്ചിയുടേതായിട്ടുള്ള ഒരു സാധനം പിടിച്ചു പറിച്ച് ഞാനിവിടെ വാങ്ങിയെടുക്കുകയാണ്. ആ വാങ്ങിയെടുത്ത അതേ സെക്കൻഡിൽ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, വേറൊരാൾ അതിനേക്കാളും പവറുള്ള ആളെ കൂടെ കൊണ്ടുവന്നിട്ട് ഈ സാധനം തിരിച്ചു വാങ്ങിച്ച അമ്മച്ചിയുടെ കയ്യിലേക്ക് കൊടുത്തു. അതാണ് കുമ്പസാരം. മനസ്സിലായോ? നമ്മുടെ ആത്മാവിനെ പിശാച് ബലം പിടിച്ച് പാപം ചെയ്യിപ്പിച്ച് ഇങ്ങോട്ട് പിടിച്ചെടുത്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനേക്കാളും പവർഫുള്ളായിട്ടുള്ള ഒരാളെ കൊണ്ടുവന്ന് പിശാചിൻ്റെ കയ്യിൽ നിന്ന് ഈ ആത്മാവിനെ പിടിച്ച് നമ്മുടെ കയ്യിലേക്ക് തരിവിപ്പിച്ചു. ആരാ ഈ പവർഫുള്ളായിട്ടുള്ള ആളാരാണ്? യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു. ഈശോയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് കുമ്പസാരക്കൂട്ടിലേക്ക് ഓടി വരാൻ പറയണേ. ഓരോ കുമ്പസാരം നടക്കുമ്പോൾ പരിശുദ്ധ ത്രിത്വൈക ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? പിശാചിൻ്റെ കയ്യിൽ നിന്ന് ബലമായിട്ട് നമ്മുടെ ആത്മാവിനെ പിടിച്ചു വാങ്ങിയിട്ട് എവിടേക്ക് തരും? പരിശുദ്ധാത്മാവിനെ ഇങ്ങോട്ട് തരും, നമ്മുടെ കയ്യിലേക്ക് തരും. അങ്ങനെ നമുക്ക് വീണ്ടും പരിശുദ്ധാത്മാവിനെ കിട്ടി. അപ്പോൾ പിശാച് എന്ത് ചെയ്യും? വീണ്ടും അതിനെ തിരിച്ചു വാങ്ങിക്കാൻ ശ്രമിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും കുമ്പസാരിക്കും. ഓരോ കുമ്പസാരം എങ്ങനെയാണ്? പിശാചിനെ നാണം കെടുത്താനായിട്ട്. ഇത്രയും നല്ല പരിപാടി വേറെ ഇല്ല കേട്ടോ. ഒന്ന് കരമേർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരാളുടെ ആത്മാവിനെ ഞാൻ നേടിയെടുത്തു എന്ന് പറഞ്ഞ അഹങ്കാരത്തോടു കൂടെ പിശാച് നിൽക്കുന്ന സമയത്താണ് ഒരൊറ്റ അടി അടിച്ചിട്ട് ആത്മാവിനെ വാങ്ങിച്ചിട്ട് നമുക്ക് തിരിച്ചു കൊണ്ട് തരണം. ഈ അടിയുടെ പേരാണ് കുമ്പസാരം. വല്ല ബോധ്യം ഉണ്ടായിട്ടാണോ കുമ്പസാരിക്കണേ? ആണോ? നല്ല ബോധ്യത്തിൽ നിന്ന് കുമ്പസാരിക്കണം. നമ്മുടെ ആത്മാവിനെ തിരിച്ച് നമ്മുടെ കയ്യിലേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കർത്താവ് ഈശോ മിശിഹ തന്നിട്ടുള്ള നല്ല അസല് വടിയാണ്, പിശാചിന് അടിക്കാനുള്ള വടിയാണ് കുമ്പസാരം. അത് മറക്കാൻ പാടില്ല. ഈ വടി നമ്മൾ ഉപയോഗിക്കാൻ തയ്യാറാകണം. വടി ഉപയോഗിച്ചാൽ പിശാച് പേടിക്കില്ലേ? നിങ്ങളുടെ മക്കളെ നിങ്ങൾ എന്ത് കാട്ടിയാ പേടിപ്പിക്കാറ്? ഡാ ഉണ്ടാ ചെയ്തില്ലെങ്കിൽ ദിപ്പ കിട്ടോ അടി എന്ന് പറയുമ്പോൾ കൊച്ചവിടെ കൊണ്ടുവന്നത് വയ്ക്കും. ഇത് തന്നെയാണ് നമ്മൾ പിശാചിനോട് ചെയ്യേണ്ടത്. കുമ്പസാരമാകുന്ന വടി എടുത്തിട്ട് എൻ്റെ ആത്മാവിന് ഇവിടെ കൊണ്ടുവയ്ക്കടാ, അല്ലെങ്കിൽ ഇപ്പം കിട്ടണ അടി എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ഞാൻ ഇപ്പം കുമ്പസാരിക്കൂടാന്ന് പറയാം. ഇപ്പം കുമ്പസാരിക്കൂടാന്ന് പറയും, പിശാച് പേടിക്കും. ആത്മീയമായ തലത്തിൽ നിന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ചിരിച്ചുകൊണ്ട് സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, വളരെ ഗൗരവത്തിൽ കുമ്പസാരം എന്നുള്ള ആ ഒരു കൂതാശയ്ക്കുള്ളൊരു പവർ അത് നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ കുമ്പസാരക്കൂട്ടിൽ നിന്ന് എഴുന്നേറ്റ് പോരാൻ നമുക്ക് നേരം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് വിശുദ്ധാത്മാക്കളൊക്കെ ഒരു ദിവസം 2, 3, 5, 6 പ്രാവശ്യമൊക്കെ കുമ്പസാരിച്ചു എന്ന് നമ്മൾ വായിക്കുന്നില്ലേ? അതുകൊണ്ടാണ് ഇത് തിരിച്ചറിഞ്ഞു. പിശാചിനെ തോൽപ്പിക്കാനുള്ള ഒരൊറ്റ വഴി അവനെ തല്ലി തവിട് പൊടിയാക്കുക എന്നുള്ളതാണ്. അതിനുള്ള ഒരൊറ്റ മാർഗം കുമ്പസാരമാണ്. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ നിറയപ്പെടണം. പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ പ്രവർത്തിക്കുന്നത് ആർക്ക് കാണാൻ പറ്റണം? നമുക്ക് കാണാൻ പറ്റണം. അപ്പോസ്തലന്മാർക്ക് എങ്ങനെ ധൈര്യം കിട്ടിയത്? അപ്പോസ്തലന്മാർ കാണുകയാണ്. അവരുടെ കരങ്ങളിലൂടെ, അവരുടെ വാക്കുകളിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത് അവർ കാണുകയാണ്. അതുകൊണ്ട് അവർക്ക് ബോധ്യം കിട്ടി പരിശുദ്ധാത്മാവ് കൂടെയുണ്ടെന്ന്, ദൈവമായ കർത്താവ് കൂടെയുണ്ടെന്ന്. നമ്മൾ കാണണം നമ്മളിലൂടെ അത്ഭുതം നടക്കുന്നത്, നമ്മളിലൂടെ ഓരോരുത്തരും ശക്തി പ്രാപിക്കുന്നത് കാണാൻ നമുക്ക് പറ്റിയാൽ ആരുടെ വിശ്വാസം വർദ്ധിക്കുക? നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. ഈ കഴിഞ്ഞ ഞായറാഴ്ച ഒരു സഹോദരി കുറേ നാളുകളായിട്ട് വിദേശത്തെത്തിയതാണ്. പക്ഷേ അവളെ തിരിച്ചു പോരുന്ന സമയമായി. വിസ പ്രൊസീജിയർ ഒന്നും ശരിയാകുന്നില്ല, ജോലി ശരിയാകുന്നില്ല. അപ്പോൾ വിസ ശരിയായില്ലെങ്കിൽ തിരിച്ചു പോരണം. അപ്പോൾ കൊണ്ടുപോയ വിസയുടെ കാലാവധി കഴിഞ്ഞു. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറയാണ്, അച്ഛാ എൻ്റെ വിസയുടെ കാലാവധി കഴിയാണ്, വിസ പ്രൊസീജിയേഴ്സ് ഒന്നും ശരിയാവുന്നില്ല അച്ഛാ, മാസങ്ങളായി ഞാൻ ഇതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോരേണ്ടി വരും അച്ഛാ, എന്തോരം പൈസ ചിലവാക്കിയിട്ട് പോയതാച്ചാ, പോരേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? കടം വിട്ടാനും പറ്റില്ല, ഒരു ജോലി ഇല്ലാതാകും, ആകെ വിഷമം. അതുകൊണ്ട് അച്ഛാ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക അച്ഛാ. ഞാൻ പ്രാർത്ഥിച്ചിട്ട് കർത്താവ് കേൾക്കുന്നില്ല, അതുകൊണ്ട് അച്ഛനൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പം ഞാൻ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഫോണ് ദിവ്യകാരുണ്യത്തിലേക്ക് തിരിച്ചു വെച്ചു. കർത്താവേ, ദേ ആ കൊച്ചു പറയുന്നത് നീ കേൾക്കുന്നില്ലേ? അത് തിരിച്ചു പോന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും കേട്ടോ, നീ വേണ്ട വിധത്തിൽ ചെയ്യും. ഇതൊക്കെ സിമ്പിൾ വിശ്വാസം കേട്ടോ, ലളിത വിശ്വാസം എന്നാണ് ഇതിനെ പറയുക. എന്നിട്ട് ഞാൻ ആ സക്രാരിമേക്ക്, ഈ സക്രാരിയുടെ അടുത്ത് ഈ അരളിക്ക വെച്ചമേക്ക് ഈ ഫോണിനെ മുട്ടിച്ച് വെച്ചു കൊടുത്തു. നീ എന്തെങ്കിലും ചെയ്തോട്ടെ, നമുക്കിങ്ങനെ പറയാൻ പറ്റുന്ന ഈശോയോട് സ്വാതന്ത്ര്യത്തോട്, നീ എന്തെങ്കിലും ചെയ്യട്ടോ.
ഇത് കഴിഞ്ഞ് ഫോൺ വെച്ചു. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൾ തിരിച്ചു വിളിച്ചു. 20 മിനിറ്റ്, കൃത്യം 20 മിനിറ്റ് ആയിട്ടുള്ളൂ. അച്ഛാ എംബസിയിൽ നിന്ന് വിളിച്ചു, അച്ഛാ അവിടെ നിന്ന് ആരും വിളിച്ചു, വിസ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ആരുടെ വിശ്വാസം വർദ്ധിച്ചത്? ആരുടെ വിശ്വാസം വർദ്ധിച്ചത്? എൻ്റെ വിശ്വാസമാണ് വർദ്ധിച്ചത്. മനസ്സിലാവുണ്ടോ? എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് അത്ഭുതം ചെയ്തത്, അല്ലാണ്ട് അവളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എപ്പോഴും എന്തിനു വേണ്ടിയാണ്? നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി. എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഓരോ ദിവസവും ഈ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി കർത്താവ് ഈശോ മിശിഹ എനിക്ക് ഓരോ അടയാളം കാണിച്ചു തന്നുകൊണ്ടിരിക്കുക. പ്രഭാതാരാധന ശുശ്രൂഷകളിലൂടെ ഒരുപാട് സാക്ഷ്യങ്ങൾ എന്നെ വിളിച്ച് പറയുമ്പോൾ ഞാൻ ഈശോയുടെ മുമ്പിൽ നിന്ന് നന്ദി പറയാണ്. കർത്താവ് എന്തിനാ നന്ദി പറയുന്നത്? എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഈശോ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നു. എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ഒരു സൗഖ്യം കിട്ടിയതായിട്ട് ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ ആ സാക്ഷ്യം കേൾക്കുന്നവർക്ക് വിശ്വാസം വരും. പക്ഷേ അത് എത്ര സമയം ഉണ്ടാവും? കൂടിയ 1-2 ആഴ്ച. ഒരു സാക്ഷ്യം കേൾക്കുമ്പോഴുള്ള വിശ്വാസം 1-2 ആഴ്ച ഉണ്ടാവുള്ളൂ. അതേസമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഭവം വന്നാലോ, ജീവിതകാലം മുഴുവനും വിശ്വാസം. അതുകൊണ്ടേ നമുക്ക് ആരാധനയുടെ സമയമായി. നിങ്ങളോട് അച്ഛന് പറയാനുള്ളത്, വല്ലോരുടെ സാക്ഷ്യം കേട്ടിരുന്നുകൊണ്ട് കാര്യമില്ല. എന്ത് ചെയ്യണം? നമുക്കും പറയാൻ പറ്റുന്നൊരു സാക്ഷ്യം. എൻ്റെ കർത്താവിനെ ഞാൻ കണ്ടു, എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു, ഞാൻ ദേ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് കയറി ഇന്ന് സാക്ഷ്യം പറയാൻ പറ്റും. നമ്മുടെ ജീവിതം കൊണ്ട് സാക്ഷ്യം പറയാൻ പറ്റും. അപ്പോൾ ആരൊക്കെ പിൻവലിച്ചാലും നമ്മൾ പോകില്ല. ഇവിടെ തന്നെ നിൽക്കും. നിത്യമായ സന്തോഷം നമ്മുടെ ഹൃദയത്തിലുണ്ടാകും. അല്ലെങ്കിൽ ഇവിടുത്തെ ശുശ്രൂഷ കഴിയുമ്പോൾ അവിടുത്തെ ശുശ്രൂഷയ്ക്ക് പോവും, അവിടുത്തെ ശുശ്രൂഷ കഴിയുമ്പോൾ ഇവിടുത്തെ ശുശ്രൂഷയ്ക്ക് പോവും, എല്ലാ ശുശ്രൂഷയ്ക്കും പോവും. എന്നിട്ട് വീട്ടിൽ വന്ന് മരുമോളായിട്ട് പൂരെ തല്ലും നടത്തും. അതുകൊണ്ട് നമുക്ക് സാക്ഷിയാകാൻ പറ്റണം. നമുക്ക് ദിവ്യകാരുണ്യ ഈശോയെ ആരാധിക്കാം. കർത്താവ് നമ്മെല്ലാവരെയും തൊട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ സജീവമായ സാന്നിധ്യം നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വരട്ടെ.